പാലക്കാട് വാളയാറിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ അടിച്ചു കൊന്ന ശേഷം കേരളത്തിന് എത്ര ഞെട്ടലുണ്ടായി എന്ന ചോദ്യം നാം മുന്നിലേക്ക് വെച്ചാൽ നിരാശയാണ് ഉത്തരം. ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്ന നാടല്ല കേരളം എന്ന ഖ്യാതിയൊക്കെ എന്നേ പോയി മറഞ്ഞു. ഇന്നിപ്പോൾ ബംഗ്ലാദേശിയല്ലേ എന്ന വംശീയ വെറുപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് ഒരാളെ അടിച്ചു കൊല്ലാൻ മടിയൊന്നുമില്ലാത്ത കൂട്ടരെയും നാം ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. അവർ ആളുകൾക്ക് നേരെ വിദ്വേഷത്തിൻ്റെ വിഷം വിതറുന്നു, തെരുവിൽ കൈകാര്യം ചെയ്യുന്നു, കൊന്നുകളയുന്നു. നാം എത്ര ഞെട്ടിയിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യ പരിസരം എന്തുമാത്രം വെറുപ്പിനാൽ വിളയിച്ചെടുക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് നമുക്ക് വല്ല ആലോചനയുമുണ്ടോ? അത് തടയാൻ നമ്മുടെ കയ്യിൽ പ്രത്യേകമായി വല്ല പദ്ധതിയുമുണ്ടോ? അതോ നാം നിസ്സംഗമായി ഈ വെറുപ്പിൻ്റെ പരന്നൊഴുകലിനെ, വിദ്വേഷത്തിൻ്റെ ഈ ആക്രമണത്തെ കണ്ടു നിൽക്കുകയാണോ? ഇപ്പോൾ നടന്നിട്ടുള്ള ഈ സംഭവം കേവലമായിട്ടുള്ള ഒരു ക്രിമിനൽ കേസ് മാത്രമാണോ? ഇന്ത്യയിലെമ്പാടും നടക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങളിൽ ഒന്നു മാത്രം. അതിൽ കേരളത്തിൽ സവിശേഷമായി ഉത്തരവാദികളുണ്ടോ? അത് തടയാൻ നമുക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ? അതോ ഒരു പോലീസ് കേസ് നടക്കട്ടെ, അത് അതിൻ്റെ വഴിക്ക് എന്ന നിലയാണോ നാം എടുക്കേണ്ടത്? രാഷ്ട്രീയമായ ഉത്തരവാദിത്തം നമുക്കെത്രയുണ്ട്? നാം അതെത്ര നിർവഹിക്കുന്നു? ഈ ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. കാരണം ഇതൊരു സാധാരണ ക്രിമിനൽ കേസല്ല. ഇതിനെ നാം ഈ നിലയ്ക്ക് നിസ്സംഗമായി വിട്ടാൽ അത് നമ്മുടെ നാട് കത്തിക്കും. ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ TM ശശി CPIM നിന്ന്, VR അനൂപ് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് PA പൗരൻ മനുഷ്യാവകാശ പ്രവർത്തകൻ, വലതു നിരീക്ഷൻ രാഹുൽ ഈശ്വർ എന്നിവരാണ്. ആദ്യം ശ്രീ PA പൗരൻ, ഈ സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൽ വലിയ തോതിലുള്ള വംശീയ വെറുപ്പ് പ്രസരിപ്പിക്കാനുള്ള പദ്ധതി വിജയിച്ചു തുടങ്ങിയതിൻ്റെ അപകടകരമായൊരു സൂചന എന്ന നിലയ്ക്ക് കാണുന്നുണ്ടോ ഇതിനെ? ശ്രീ PA പൗരൻ, താങ്കൾ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഞാനൊന്ന് വരാം. ശശി, ഇതിനെ സർക്കാർ കാണുന്നത് എങ്ങനെയാണ്? ഇന്നിപ്പോൾ ഇത് ഒരു സാധാരണ കൊലപാതകമല്ല. ഇത് കേരളത്തിനകത്തുണ്ടായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയുടെ പുറത്തുവരലാണ്. ആ നിലയ്ക്ക് നമ്മെ എല്ലാവരെയും ഇത് ഞെട്ടിക്കേണ്ടതുണ്ട്. നാം ഇതിനെതിരായിട്ടുള്ള വലിയ ഒരു പ്രതിരോധത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. പക്ഷേ സർക്കാരടക്കം ഇതിനെ കാണുന്നത് ഒരു സാധാരണ ആൾക്കൂട്ട ആക്രമണം, ഒരു കൊലപാതകം എന്ന മട്ടിലാണോ? പൊതുവെ സർക്കാരിനുമായി ബന്ധപ്പെട്ട ആളുകളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതിനെ ഇത്തരം സംഭവങ്ങൾ ഒരു നിലയിലും കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. സർക്കാർ എല്ലാ കാലത്തും, ഇപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലൊരു സംഭവം ഇവിടെ വിചാരണ നടത്തി അല്ലെങ്കിൽ ആൾക്കൂട്ടം എന്ന നിലയിൽ കൊലപാതകം നടത്തിയത് നമുക്കറിയാം. വാളയാർ ഇവിടെ അട്ടപ്പാടിയിലെ മധുവിൻ്റെ പ്രശ്നമാണ്. സർക്കാർ എത്ര ഗൗരവത്തോടു കൂടിയാണ്, ജാഗ്രതയോടുകൂടിയാണ് വിഷയത്തിൽ ഇടപെട്ട് നമ്മൾ കണ്ടു. മുഴുവൻ പ്രതികളും, അതിലെ 16 പേരിൽ 14 പ്രതികളും ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഈ കേസിലും ഇതുമുണ്ടായത് ഒരിക്കലും നമ്മുടെ കേരളം പോലുള്ളൊരു ഒരു സമൂഹത്തിൽ ഒരു നിലയിലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പ്രതികളെല്ലാവരും, ഞങ്ങളിപ്പോൾ അന്വേഷിക്കുമ്പോൾ പ്രതികളെല്ലാവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ആ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ആ നിലയിൽ തന്നെയാണ്, അറിയാലോ, RSSൻ്റെ പ്രവർത്തകരാണവർ. സ്വാഭാവികമായി ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ വരുമ്പോൾ അവർ ഈ ആളുകളെ നോക്കുക, അവരെ ബംഗ്ലാദേശികളെന്നും അല്ല മതപരമായ ആളുകൾ വേർതിരിച്ചുണ്ടാക്കുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ ഈ വർഗീയ ചേരിതിരിവ് സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. നമുക്കറിയാലോ, കാസർഗോഡ് ചെറിയ കുട്ടിയാണ് മുസ്ലിം പേരെന്നുള്ള പേരിൽ കൊലപ്പെടുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് പക്ഷെ അങ്ങനെയല്ല. ഇത് ഈ പറഞ്ഞ പോലെ ക്രിമിനൽ സംഘം, അവിടെയുള്ള ഒരു RSSൻ്റെ ക്രിമിനൽ സംഘം ഒരു കാരണവുമില്ലാതെ ജോലി അന്വേഷിച്ച് വന്ന ഒരു നിരപരാധിയെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നു. അതിന് കേരളത്തിലെ സർക്കാർ എന്ന നിലയിൽ നിയമ സംവിധാനത്തിൽ എന്താണോ ചെയ്യാൻ പറ്റുക അതിന് അങ്ങേയറ്റം. ഇപ്പോൾ 5 പ്രതികളെ ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. ഇനിയും അതിൽ കൂടെ ആളുകളുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള പ്രതികളെ ഉൾപ്പെടെ കണ്ടെത്താൻ ആവശ്യമായ ഇടപെടൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, അങ്ങനെയാണല്ലോ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്തു ചെയ്യുന്നു എന്നാണ് മൗലികമായ ചോദ്യം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ പോലീസിന്റെ വിജിലൻസിനെ കുറിച്ചേ അല്ല ചോദിക്കുന്നത്. പോലീസിന്റെ പണി അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പോലീസിൻ്റെ വിജിലൻസ് ഇല്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നവുമല്ല, മറിച്ച് ആളുകൾക്കിടയിൽ വലിയ തോതിൽ പടർന്നു പിടിച്ചിരിക്കുന്ന വംശീയ വെറുപ്പിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഈ കൊലപാതകം. ഇനിയും ഇത് ഉണ്ടാവും എന്ന് മാത്രവുമല്ല, കൊലപാതകത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ കൂടിയും പലതരത്തിൽ നമ്മെ അത് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊതുവിടത്തിൽ ആളെ കൊല്ലുന്നില്ല, ആക്രമിക്കുന്നില്ല എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനെ തടയുന്നതിന് ഒരു രാഷ്ട്രീയമായ പദ്ധതി വേണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. ലോകം ശ്രദ്ധിക്കുന്ന ഒരാൾക്കൂട്ട കൊലപാതകത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം കാണുന്നു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോലും ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൊന്നുമില്ല. പാലക്കാട് നിന്നുള്ള MP രാജേഷ് എന്ന മന്ത്രിയുടെ പേജിൽ അതിനെക്കുറിച്ച് ഒരു വാചകം പോലുമില്ല. അദ്ദേഹം എന്തോ ലോക്കൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ റൈവലറി ഭാഗമായിട്ടുള്ള പോസ്റ്റുകളൊക്കെയാണ് കാണുന്നത്. K കൃഷ്ണൻകുട്ടിയുടെ പേജിലൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതൊരു പോലീസ് നോക്കി നടപ്പിലാക്കേണ്ട എന്തോ ഒരു ഏർപ്പാട് മാത്രമാണ് എന്ന നിലയ്ക്ക് ചുരുക്കിയാണോ ഇതിനെ ഈ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ കാണുന്നത്? ഇടതുപക്ഷ സർക്കാർ ഈ പ്രശ്നങ്ങളെ നിങ്ങൾ നോക്കൂ, നമ്മളൊരു വിഷയം എടുക്കുമ്പോഴേക്കും ആദ്യം തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും എടുക്കാമല്ലോ. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷിച്ച് അതിലെ പ്രതികളെ കണ്ടെത്തി ആ പ്രതികളതിൻ്റെ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാക്കി ആവശ്യമായ ഇടപെടലെല്ലാം നടത്തുമ്പോഴാണ് ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിലോ അല്ലെങ്കിൽ മന്ത്രിമാരെന്ന നിലയിലോ ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം ആ നിലയിൽ പ്രതികരിക്കേണ്ടി വരിക. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൽ ഉടനടി അതിൽ ബന്ധപ്പെട്ട 5 പേരെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. ഇനി അതിന്റെ സാഹചര്യം എന്താണെന്ന് ഇതൊക്കെ പോകേണ്ടതാണ്. നിങ്ങൾ നേരത്തെ ഇതിനോട് കൂട്ടിച്ചേർത്തി വായിക്കുന്ന ചില പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നു. അത് സ്വാഭാവികമായും മനുഷ്യരെ മതപരമായി ജാതീയമായി വേർതിരിവുണ്ടാക്കാൻ 2 വിഭാഗവും മോശമല്ല കരുതാൻ. അതായത് ഇനിയിപ്പോൾ ചില ന്യൂനപക്ഷങ്ങളിലെ ചില ന്യൂനപക്ഷങ്ങളിൽ തന്നെ ചില ന്യൂനപക്ഷ വിഭാഗങ്ങളും ഭൂരിപക്ഷ വിഭാഗത്തിൽ RSS നേരിട്ടും ഈ പ്രശ്നങ്ങളിൽ ആളുകളെ വംശീയമായി ജാതീയമായി വേർതിരിവുണ്ടാക്കി അതിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ജാഗ്രതപ്പെടുക, ഒരു സമൂഹം എന്നാൽ ജാഗ്രതപ്പെടുക, മതനിരപേക്ഷത പറയുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും ഒന്നാണ്, ജാതിയും മതവും വംശവും വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് പറഞ്ഞ് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക, പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. നിങ്ങളപ്പോൾ എന്തുമാത്രം വൃത്തിക്കെടുക്കുന്നുണ്ട്? നിങ്ങളുടെ കൂടെ ഇപ്പോൾ പ്രധാനപ്പെട്ട കക്ഷികളായിട്ട് കൂടിയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് മതനിരപേക്ഷതയുടെ ആശയങ്ങളാണോ എന്ന ചോദ്യം അവിടെ കിടക്കുകയാണ്. ഇന്ത്യ ആകമാനം വംശീയതയുടെ പേരിൽ ശശി ആളുകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആകമാനം വംശീയമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആ കേരളത്തിലേക്കും വന്നിരിക്കുന്നു. നിങ്ങൾ ആ പ്രശ്നത്തെ കാണണം. ആരാണ് ഈ ബംഗ്ലാദേശി എന്ന് പറയുന്ന ഡിവൈഡ് ഉണ്ടാക്കി വെറുപ്പുണ്ടാക്കുന്നത്? ആർക്കെതിരെയുള്ള ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? SIR-ലൂടെ, പൗരത്വ പ്രഖ്യാപനത്തിലൂടെ, കലാപങ്ങളിലൂടെയൊക്കെ ആരെയാണ് വേട്ടയാടുന്നത് എന്ന ഭീതിത യാഥാർത്ഥ്യം ഇവിടെ നിൽക്കേ ഈ വാളയാറിലെ സംഭവം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ബാലൻസ് കളിക്കുക നിങ്ങളെന്തിനും മതനിരപേക്ഷതയെക്കുറിച്ച് പറയണമെന്ന് ഉപദേശിക്കുക. മതനിരപേക്ഷതയെക്കുറിച്ച് പറയണമെന്ന ഉപദേശം അത് മലയാളിക്ക് നിങ്ങൾ കൊടുക്കേണ്ടതില്ലല്ലോ. മലയാളിക്ക് അതറിയാം. ഒരു സർക്കാർ എന്ന നിലയ്ക്ക്, ഒരു വലിയ രാഷ്ട്രീയ സംഘടന എന്ന നിലയ്ക്ക് നിങ്ങൾ ഉയർത്തുന്ന പ്രതിരോധത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ മലപ്പുറത്തുള്ള മനുഷ്യന്മാർ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ടു നടക്കുന്ന നിങ്ങളാണോ പ്രതിരോധത്തിൻ്റെ മതനിരപേക്ഷതയുടെ വർത്തമാനം പറയുന്നത്? ആ നിങ്ങൾ ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, രാഷ്ട്രീയ അടവ് നയം, തെരഞ്ഞെടുപ്പ് തന്ത്രം ഈ നാട്ടിനുണ്ടാക്കാൻ പോകുന്ന ദുരന്തം എന്തായിരിക്കുമെന്ന് വാളയാറിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നതുകൂടിയാണ് എൻ്റെ ചോദ്യം. നിങ്ങളാണ് ഇതിന്റെ വിഷയത്തിൽ ഏകപക്ഷീയമായി നിങ്ങളാണ് ഈ വിഷയത്തെ കാണുന്നത്. മതനിരപേക്ഷത ഞങ്ങൾ പറയേണ്ടതാണ്. ഞങ്ങളല്ലാതെ ഈ കേരളത്തിൽ ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് പറയാനാവില്ല. നിങ്ങൾ എല്ലാ വിഷയത്തിലും മതനിരപേക്ഷത പറയുന്നുണ്ടോ? നിങ്ങൾ എല്ലാ വിഷയത്തിലും അങ്ങനെ എടുക്കുന്നുണ്ടോ? ഇല്ല. ഞങ്ങളാണ് പറയുന്നത്. മതനിരപേക്ഷതയെ കുറിച്ച് നന്നായി പറയുന്നവർ ഞങ്ങളാണ്. ഞങ്ങൾ പറയുക മാത്രമല്ല, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് മതനിരപേക്ഷത പറയാതെ, മതനിരപേക്ഷത ബോധ്യപ്പെടുത്താതെ, എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പറയാതെ, മതവും ജാതിയും മതവും പറഞ്ഞ് മനുഷ്യനെ വേർതിരിക്കരുത് എന്ന് പറയാൻ ഞങ്ങൾ പറയും. ഞങ്ങൾ അതിനെ പറയേണ്ടത് ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറയുന്നതിന്റെ പേരിലാണ് ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചില വിഷമമുണ്ടാവും. ഇതിനെ ഒരു സീരിയസ് ആയിട്ടുള്ള കേരളം എന്ന ഐഡിയ ഉണ്ടല്ലോ, കേരളം എന്ന ആശയം. ശശി, കേരളം എന്ന ആശയത്തിനെതിരായിട്ട് നിൽക്കുന്ന, കേരളം എന്ന ആശയത്തിനെതിരായിട്ടുള്ള ഒരു അതിക്രമമായിട്ടാണല്ലോ നമ്മൾ ഈ വാളയാറിലെ സംഭവത്തെ കാണേണ്ടത്. അപ്പൊ ആ വിഷയത്തെ ആ നിലക്കുള്ള ഗൗരവത്തിൽ സമീപിക്കാൻ മുഖ്യമന്ത്രിക്കോ പാലക്കാട്ടെ മന്ത്രിമാർക്കോ പോലും കഴിയാത്തത് എന്തുകൊണ്ടാണ്? BJP സർക്കാർ അപരമത വിദ്വേഷം നന്നായി പ്രചരിപ്പിക്കുന്നു, നന്നായി ഇടപെടുന്നു. അതിന് വിവിധങ്ങളായ വിഷയങ്ങൾ എടുക്കുന്നു. SIR വരുന്നു, പൗരത്വ ഭേദഗതി എല്ലാം വരുന്നുണ്ട്. അതിലിത് കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത്, പഠിപ്പിക്കണം. ഞങ്ങളല്ലാണ്ട് ആരാ പഠിപ്പിക്കുക? നിങ്ങളാണ് മതനിരപേക്ഷത പഠിപ്പിക്കുക. നിങ്ങൾ വളരെ ചെറുതായി കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാ വിഷയത്തെ കാണുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ രാഷ്ട്രീയമായി എടുക്കുന്നത് അതെനിക്ക് കാണുന്നുണ്ട്. PCR ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കുന്നില്ല എന്നുണ്ടോ? ശശി, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ രാഷ്ട്രീയമായ പ്രതിരോധത്തിൻ്റെ ശബ്ദം എപ്പോഴാണ് ഉയർത്തിയത്? മുഖ്യമന്ത്രിയൊന്നും വേണ്ടി കണ്ടില്ല, MP രാജേഷ് പാലക്കാടൊന്നും വേണ്ടി കണ്ടില്ല,
കൃഷ്ണൻകുട്ടി പാലക്കാട് നിന്ന് മിണ്ടിക്കണ്ടിട്ടില്ല. പോലീസ് കേസെടുത്തിട്ടുണ്ട്, മനസ്സിലാക്കി. നിങ്ങൾ രാഷ്ട്രീയമായ ഇത് നോക്കൂ, ഗുരുതര അപകടമാണ്. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ഡെയിലി മനുഷ്യന്മാരെ മതത്തിൻ്റെ പേരിൽ പറഞ്ഞ് അടിക്കുകയോ അടിച്ചു കൊല്ലുകയോ പീഡിപ്പിക്കുകയോ ഓടിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഭരിക്കുമ്പോൾ മതം ചോദിച്ച് ആളുകളെ അടിച്ചു കൊല്ലുന്നു ഈ കേരളത്തിൽ. നിങ്ങൾ എടുക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി, നിങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമാണത്. അതിന് മതനിരപേക്ഷതയെക്കുറിച്ച് പറയാൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് സഖാക്കളെ എന്ന പാട്ടൊന്നും പാടിയിട്ട് കാര്യമില്ല. വേർ ഇസ് ദ സോഷ്യൽ സെക്യൂരിറ്റി, വേർ ഇസ് ദ ഹാർമണി എന്ന ചോദ്യം അവിടെ ഉണ്ട്. വേർ ഇസ് യുവർ പൊളിറ്റിക്കൽ പ്രതിരോധം, ആ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. പഴയ കഥയും മുദ്രാവാക്യമൊന്നും പാടിയിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ എല്ലാ വിഷയത്തിലും മതനിരപേക്ഷ പറയുന്നവരാണ്. നിങ്ങൾ സെലക്റ്റീവാണ്. പറയാനുള്ളത് പറഞ്ഞു പോണ്ടേ? നിങ്ങൾ സെലക്റ്റീവാണ്. നിങ്ങളെ ഞങ്ങളും കണ്ടോണ്ടിരിക്കണ്ടല്ലോ. നിങ്ങളെ ഈ കേരള സമൂഹം കാണുന്നുണ്ട്, വിലയിരുത്തട്ടെ. CPIM-ന്റെ മതനിരപേക്ഷത പറയുന്നതിൽ CPIM എല്ലാ ന്യൂനപക്ഷത്തിലാണെങ്കിലും ഭൂരിപക്ഷത്തിലാണെങ്കിലും അക്രമങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഞങ്ങൾ പക്ഷം പിടിക്കാറില്ല. ശരി, നിങ്ങൾക്ക് നിങ്ങളൊരു ഭരിക്കുന്ന പാർട്ടിയും മുന്നണിയും സർക്കാരുമാണ്. എന്റെ ചോദ്യം സർക്കാരിനോടാണ്. വേർ ഈസ് ദ സോഷ്യൽ സെക്യൂരിറ്റി? കേരളം ഒരു മതനിരപേക്ഷ മണ്ണാണെന്ന്, വർഗീയമായ അതിക്രമങ്ങൾ, മതം ചോദിച്ചുള്ള അക്രമങ്ങൾ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഭരിക്കുന്നത്. കലാപങ്ങളില്ലാത്ത കാലം, വംശീയ അതിക്രമങ്ങളില്ലാത്ത കാലം എന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഈ നാട് ഭരിക്കുന്നത്. കലാപങ്ങളില്ലാത്ത കാലം, വംശീയ അതിക്രമങ്ങളില്ലാത്ത കാലം എന്നല്ലേ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഭരിക്കുന്ന നാട്ടിൽ എന്തുകൊണ്ട് വംശീയ അതിക്രമം ഉണ്ടാവുന്നു? വംശീയത മാത്രം തിന്നു കുടിച്ച് ആളെ കണ്ടാൽ പരമത വിദ്വേഷികളായ ജനക്കൂട്ടം ഇവിടെ എങ്ങനെ ഉണ്ടാവുന്നു? അതിനാവശ്യമായിട്ടുള്ള വെറുപ്പിന്റെ സംഘാടനം ഇവിടെ എങ്ങനെ നടക്കുന്നു? എങ്ങനെ ആളുകളിലേക്ക് വെറുപ്പ് കുത്തിവെക്കുന്ന പ്രോജക്റ്റ് നിർബാധം നടക്കുന്നു? ആ വിഷം കുടിച്ച മനുഷ്യരല്ലേ ഈ പണിയെടുത്തത്. ആ വിഷം എങ്ങനെ ഇവിടെ ഒഴുകി പരക്കുന്നു എന്നതിന് ഉത്തരം പറയാൻ ഒരു റൂളിംഗ് പാർട്ടിക്കും സർക്കാരിനും ബാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ മതനിരപേക്ഷത, ഞങ്ങളല്ലാതെ മറ്റാര്? അത് നിർത്തിയ കാര്യം പറ. വേർ ഈസ് ദ സെക്യൂരിറ്റി, വേർ ഈസ് ദ ഹാർമണി? അതിന് ഉത്തരം പറ. പറഞ്ഞ് മുസ്ലിം മത വിദ്വേഷം പറയുന്ന RSS BJP നാട്ടിലുണ്ട്. ഞങ്ങൾ 10 കൊല്ലം ഭരിക്കുമ്പോഴും സെക്യൂരിറ്റി എവിടെ കോമ്രേഡ്? സെക്യൂരിറ്റി എവിടെ കോമ്രേഡ്? സെക്യൂരിറ്റി എവിടെ കോമ്രേഡ്? നിങ്ങൾ അതെല്ലാവർക്കും പറയാലോ. നിങ്ങളെ സെക്യൂരിറ്റി എവിടെ? ഹാർമണി എവിടെ? സെക്യൂരിറ്റി എവിടെ? ഹാർമണി എവിടെ? സെക്യൂരിറ്റി എവിടെ? ഹാർമണി എവിടെ? സംഭവങ്ങൾ നടക്കുന്നില്ല. സെക്യൂരിറ്റി എവിടെ? ഹാർമണി എവിടെ? നടക്കുന്നില്ല. സെക്യൂരിറ്റി എവിടെ? ഹാർമണി എവിടെ? എവിടെയായി എന്ന് വരുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കുള്ള പ്രത്യേക താല്പര്യമാണ്. അത് ഞാൻ പറഞ്ഞുകൊണ്ടേ. ഇവിടെ ഒന്നുമില്ല. വഴിയെ പോയ ആരോ എന്തോ മോഷണ കുറ്റത്തിന് അടിച്ചു കൊന്നാണ്, അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള വംശീയത അതിനകത്തില്ല. ശശി, വംശീയതയൊന്നും ഈ കൊലപാതകത്തിലില്ല. കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കേരളം അതിഗംഭീരമാണ്. കേരളം UP പോലെയാണ്, മറ്റ് സംസ്ഥാനങ്ങൾ പോലെ വംശീയമായി നിരന്തരം ആൾക്കൂട്ട കൊലപാതകം നടത്താൻ ശ്രമിക്കുമെന്ന് പറയേണ്ടത് നിങ്ങൾക്ക് ആവശ്യമാണ്. അതല്ല എന്ന് കേരളത്തിന് അറിയുന്നേ. കേരളത്തിന് അത് അറിയാം. അത് അങ്ങനെയല്ല. ഈ ഒരു സംഭവം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം. അത് എന്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് പറയൂ. എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ സംഭവം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്? കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ അന്വേഷിച്ചു ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയുമെന്ന് പറയുമ്പോൾ നിങ്ങൾ മുൻകൂട്ടി പറയണം. ഇന്നത് പറയണം, മുഖ്യമന്ത്രി ഇന്നത് പറയണം, MP രാജ് ഇന്നത് പറയണമെന്നൊക്കെ പറഞ്ഞാ ശരി. അനൂപ്, ഇത് നോക്കൂ. നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിനകത്ത് വെറുപ്പ് അപകടകരമായി പടർന്നു പിടിക്കുന്നതിൻ്റെ, അപരനെ കണ്ടാൽ തല്ലിക്കൊല്ലാൻ, പേരും മതവും ദേശവും ചോദിച്ച് തല്ലിക്കൊല്ലാൻ പാകത്തിലുള്ള മനുഷ്യന്മാർ പതിയിരിക്കുന്ന സമൂഹമായിട്ട് നമ്മൾ മാറുന്നു എന്ന അലാമിംഗ് സിറ്റുവേഷനാണിത്. ആ സിറ്റുവേഷനെ ഞങ്ങൾ റിയലിസ്റ്റിക്കായി അഡ്രസ്സ് ചെയ്യില്ല എന്ന വാശി CPM-നുണ്ട്. അതാണ് CPM-ന്റെ പാനലിസ്റ്റ് പറയുന്നത്. അദ്ദേഹം ഇത് വംശീയത വന്നതിൻ്റെ സംഭവമായിട്ട് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആരും ഈ പ്രശ്നത്തെ അതിൻ്റെ ശരിയായ മോഡിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? നിഷാദെ, അഖ്ലാഖിനെ ആൾക്കൂട്ടം ആക്രമിച്ചു കൊന്നത് വീട്ടിൽ ബീഫ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ജുനൈദിനെ ട്രെയിനിൽ ആക്രമിച്ചു ഇതേ പേര് പറഞ്ഞിട്ട് തന്നെ. അന്നൊക്കെ നമ്മൾ വിചാരിച്ചത് ഒരു വ്യാജ അഭിമാന ബോധം അല്ലെങ്കിൽ വ്യാജ അവകാശവാദം ഇതൊക്കെ വാളയാർ ചുരത്തിന് അപ്പുറം അവസാനിപ്പിക്കും, കേരളത്തിൽ നടക്കില്ല എന്നാ. അതാണ് അക്ഷരാർത്ഥത്തിൽ തകർക്കപ്പെട്ടത്. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണെന്നേ.
കേരളത്തിനകത്ത് BJPക്ക് സംഘപരിവാറിന് വ്യക്തമായ രാഷ്ട്രീയ ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഇത്. പാലക്കാട് സംഭവിക്കുന്ന യാദൃശ്ചികമല്ലല്ലോ. പാലക്കാട് ഇവർക്ക് രാഷ്ട്രീയമായ ആധിപത്യമുള്ള സ്ഥലമാണ്. പിന്നെ ഇതിനൊക്കെ പ്രതിരോധിക്കുന്ന ഞങ്ങളാണെന്ന് CPM പറയുമ്പോൾ, CPMൻ്റെ പ്രതിനിധി പറയുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങളോട് നിലനിൽക്കുന്നില്ലേ? ഈ ചർച്ച എന്ന് പറയുന്നത് 60 മിനിറ്റാണ്, 1 മണിക്കൂറാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിയ 60 പ്രസ്താവനകളുണ്ട്. വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന 60 പ്രസ്താവനകൾ. ഒരു പ്രസ്താവനയെക്കുറിച്ച് 1 മിനിറ്റ് പറഞ്ഞാൽ ഈ ചർച്ച തീരും. ആ ചർച്ച 60 പ്രസ്താവന നടത്തിയിട്ട് അതിനെക്കുറിച്ച് പോലീസ് ഒരു പെറ്റി കേസെടുത്തിട്ടുണ്ടോ? ഇവിടെ ശബരിമലയിൽ ഈ പറയുന്ന 3-4 മുസ്ലിം ചെറുപ്പക്കാർ കൂടി ഒരു പാട്ടുണ്ടാക്കി എന്ന് പറഞ്ഞ് മതവൈരത്തിന്റെ പേരിൽ കേസെടുത്തൊരു സർക്കാർ അവിടെ ഭരിക്കുന്നത്. CPM പ്രതിനിധി മറുപടി പറയണം. സംഘപരിവാർ പോലും ഉന്നയിക്കാൻ കഴിയാത്ത, നാണിക്കുന്ന, സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന, വർഗീയത വിളമ്പിയ, വർഗീയതയ്ക്ക് കാരണമാക്കിയ, വർഗീയ പ്രചരണത്തിന് വഴിയൊരുക്കിയ ഒരു സർക്കാർ സംവിധാനം വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ടോ? ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ലാന്നേ. ഇതൊരു വെറുപ്പിന്റെ ഉൽപാദനമാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രം, ആ യന്ത്രം ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തെ കാറിൽ ആനയിച്ച് കൊണ്ടു നടക്കുന്ന ആളുകളല്ലേ നിങ്ങൾ? എന്നിട്ട് എന്ത് കോപ്പിലെ വർത്തമാനമാണ് പറയുന്നത്? ഞങ്ങൾ എല്ലാവരെയും പ്രതികരിക്കും, സെലക്റ്റീവായിട്ടുള്ള പ്രതികരണം. നിങ്ങൾ സെലക്റ്റീവാണെന്നേ, പക്കാ സെലക്റ്റീവാ. നിങ്ങളുടെ സർക്കാർ കാവലുണ്ട് എന്ന് നിങ്ങൾ മുദ്രാവാക്യം, സർക്കാർ കാവലുണ്ട് സംഘികൾക്ക്, സംഘപരിവാർ മനോനിലയുള്ളവർക്ക് കാവൽ നിൽക്കുക. വെള്ളാപ്പള്ളിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ആ പ്രസ്താവന, കണ്ണൂരിലൊരു ചെറുപ്പക്കാരനെ കഴുത്തറുത്ത് കൊന്നു, ഒരു കൊച്ചുകുട്ടിയെ, ഫഹദ് മോൻ എന്ന പേര്. അത് കൊന്നത് RSSകാരൻ. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് ഈ RSSകാരൻ ശശികലയുടെ പ്രസംഗം കേട്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണെന്ന് പറഞ്ഞേ. വേണമെങ്കിൽ നിങ്ങൾക്ക് ശശികലയ്ക്കെതിരെ കേസെടുക്കാം. കേസെടുത്തിട്ടുണ്ടോ നിങ്ങൾ? കേരളത്തിൽ ഓരോ ജില്ലകളിൽ ലിസ്റ്റ് ഞാൻ തരണോ? കാസർഗോഡ് കരീം മൗലവി, റിയാസ് മൗലവി ഉൾപ്പെടെ ഓരോ ജില്ലയിലുണ്ടായ സ്ഥിതി വിവര കണക്കുകൾ വേണമെങ്കിൽ തരാം. ഒരു സംവാദത്തിന് തയ്യാറാകാം. അപ്പോൾ വലിയ അങ്ങനെ ഞങ്ങളുണ്ട്, ഞങ്ങളില്ലെങ്കിൽ മറ്റാരുണ്ട് എന്നുള്ള വർത്തമാനമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അതൊക്കെ പാർട്ടി ക്ലാസ്സിൽ പറയാം. വസ്തുത വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 60 പ്രസ്താവന. ഒരു പ്രസ്താവനയ്ക്ക് 1 മിനിറ്റ് പറഞ്ഞാൽ ഈ ചർച്ച പൂർത്തിയാക്കാൻ കഴിയില്ല. ഈ 60 പ്രസ്താവനയും പറയേണ്ടതുണ്ട്, തുല്യ പ്രാധാന്യത്തിലുള്ളതാ. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. ഞാൻ സത്യത്തിൽ ഈ വിഷയത്തിൽ CPM പ്രതിനിധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരം ആഗ്രഹിച്ചതല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അമിതമായ അവകാശബോധം, ഞങ്ങളാണ് ഇതിനൊക്കെ പ്രതിരോധിക്കുന്നത്, നിങ്ങൾക്കിത് പ്രതിരോധിക്കാൻ കഴിയില്ല. ഇപ്പോൾ പോലെ അദ്ദേഹം ശ്രമിച്ചതെന്താ? ന്യൂനപക്ഷത്തിലുള്ള ആൾക്കൂട്ട ആക്രമണം സംഘപരിവാർ നടത്തുമ്പോൾ, ആൾക്കൂട്ട ആക്രമണം നടത്തുന്നത് സംഘപരിവാർ മാത്രമല്ല, ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളും ആൾക്കൂട്ട ആക്രമണം നടത്തുന്നു എന്നാ. സമാനമായി ഇവിടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നിങ്ങൾക്ക് എക്സ്ട്രീം എന്ന് തോന്നുന്ന ആളുകൾക്കെതിരെ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ അവർക്കെതിരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, ക്യാമ്പയിൻ നടത്താം, പ്രചരണ പരിപാടികൾ നടത്താം, രാഷ്ട്രീയമായി പ്രതിരോധിക്കാം. പക്ഷെ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നടന്ന ആൾക്കൂട്ട ആക്രമണം എവിടെ നടന്നിട്ടുള്ളത്? നിങ്ങൾ ഈ പശുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന പോർക്ക് ഫെസ്റ്റിവൽ നടത്തുന്നില്ല എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമല്ലേ ഇത്? വളരെ കൃത്യമാണ്. സംഘപരിവാറിന് വളം വെച്ച് കൊടുക്കുന്ന, സംഘപരിവാർ ബോധത്തെ ബലപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്ത് കേരളത്തിൽ വെറുപ്പ് പ്രചരിക്കുമ്പോൾ അതിനോട് ഒരു ശരിയായ തടസ്സം അതിലുണ്ടാക്കുന്നതിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നു ശരിയാവണ്ണം എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. രാഹുൽ ഈശ്വർ നോക്കൂ, ബംഗ്ലാദേശി അല്ലേ എന്ന് ചോദിച്ച് വഴിയിൽ കാണുന്ന ആരെയും അടിച്ചു കൊല്ലാം എന്ന നില ഇന്ത്യയിൽ പലയിടത്തായി നാം കാണുന്നു. ഇപ്പോൾ കേരളത്തിലും വാളയാറിലും കണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് എന്ന ഒരു ടേമിനെ മുന്നിൽ വെച്ചുകൊണ്ട് വലിയ തോതിലുള്ള വിഭജനത്തിൻ്റെ പണി ഇന്ത്യയിൽ ആകമാനം നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ കൊണ്ടുവരുന്ന സകലമാന നിയമങ്ങളും ഇപ്പോൾ എന്തിനാണ്? ഈ ബംഗ്ലാദേശികളെ ഇവിടെ നിന്ന് ഓടിക്കാനാണെന്നാണ്. സോ ഈ അപരത്വം സൃഷ്ടിക്കുകയാണ് എല്ലാ തരത്തിലുള്ള ജനോസൈഡുകളുടെയും ആദ്യ പടി എന്ന് പറയും. അപ്പോൾ ഈ അപരത്വം, അതിൻ്റെ റീസൺ ഈസ് ബംഗ്ലാദേശീസ് ഓർ പാകിസ്ഥാനീസ് ഓർ എനി കൈൻഡ് ഓഫ് മതങ്ങൾ, ജാതികൾ. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ വലിയ കുഴപ്പമുണ്ടാക്കുന്നു എന്ന് രാഹുൽ അഗ്രി ചെയ്യുമോ? ശ്രീ നിഷാദ്, ബാക്കി ആരേക്കാൾ ഞാൻ എഗ്രി ചെയ്യും. കാര്യം അതിന്റെ അപകടങ്ങൾ ഒരുപാട് വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പ്രധാനപ്പെട്ട 3 പോയിന്റ്. ഒന്ന്, മരിച്ച ആളുടെ പേര് എത്രമാത്രം വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. മരിച്ച ആളുടെ പേര് രാമൻ എന്നാണ്.
രാം നാരായൺ ഭയർ എന്നാണ് മരിച്ച ആളുടെ പേര്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു രാമനാണ് കൊല്ലപ്പെട്ടത്, അത് ഗാന്ധിയുടെ രാമനാണ് കൊല്ലപ്പെട്ടതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതുകൊണ്ട് തീർച്ചയായും വെറുപ്പ് ഒരു വിഷയമാണ് പല തലങ്ങളിൽ. നേരത്തെ മധുവിൻ്റെ അട്ടപ്പാടിയിലെ മധുവിൻ്റെ കാര്യം പറയുകയുണ്ടായി. മധുവിന് ആദ്യമായി സഹായം എത്തിച്ചത് ഞാനാണ്. 1.5 ലക്ഷം രൂപ മധുവിൻ്റെ വീട്ടിൽ കൊടുത്തിരുന്നു. എൻ്റെ കാശല്ല, വീരേന്ദ്ര സേവാഗ് തന്നതാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അതുവരെ പോയി കൊടുത്തു. നമ്മുടെ സമൂഹത്തിൽ പല തട്ടുകളിൽ വെറുപ്പുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുറന്നു തന്നെ സംസാരിക്കണം. ഈ മറച്ചു വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇസ്ലാമോഫോബിയയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന വെറുപ്പ്. ഒരുപാട് കാലമായി പല തലങ്ങളിലുണ്ട്. എന്നാൽ ഇന്ന് പ്രകടമായി അതുണ്ട്. അതിൻ്റെ യൂഫമിസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പഞ്ചസാര പുരട്ടിയ വേർഷൻസ് മാത്രമാണ് ബംഗ്ലാദേശി, മറ്റുള്ളവൻ, അവർ നമ്മളെ ഇതാക്കുന്നു, ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, മലപ്പുറത്ത് ശ്വസിക്കാൻ പറ്റുന്നില്ല, മലപ്പുറത്ത് ആഹാരം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് വളഞ്ഞും തലഞ്ഞും കെട്ടി മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കാൻ, പൊളിറ്റിക്സ് ഓഫ് അതറൈസേഷൻ എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഒരു സൊല്യൂഷൻ കൂടെ പറയാം. ആ സൊല്യൂഷൻ നമ്മുടെ സഖാവ് ശശി അദ്ദേഹം പറഞ്ഞതല്ല. ആ സൊല്യൂഷൻ ഓഗസ്റ്റ് 15 1947 മഹാത്മാഗാന്ധിയെ ഏറ്റവും മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരാളായ ജ്യോതി ബസുവും PC ജോഷിയും ഒക്കെ ചെന്ന് കാണുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഓഗസ്റ്റ് 15 1947 രാവിലെ സമയം. അങ്ങ് ചെക്ക് ചെയ്യണം, വായിച്ചിരിക്കേണ്ട കാര്യമാണ്. മഹാത്മാഗാന്ധി അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ സോഷ്യലിസ്റ്റ് ആണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ്, പക്ഷേ നമ്മൾ രണ്ടുപേരും ഹിന്ദു മുസ്ലിം ഐക്യം, കമ്മ്യൂണൽ ഹാർമണി, സാമുദായിക സൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാൻ എന്നും നോക്കണം. സഖാവ് ശശി അടക്കമുള്ളവർ പറയുന്ന ആംഗിളിന്റെ പ്രശ്നം എന്താ അറിയാമോ? അദ്ദേഹം പലതവണയായി പറഞ്ഞു, നമ്മളെല്ലാം ഒന്നാണ്, നമ്മളെല്ലാം ഒന്നല്ല, നമ്മളെല്ലാം ഒന്നിച്ചാണ്. ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം, കോൺഗ്രസിലെ ചില ആൾക്കാർക്കും പറ്റുന്ന പ്രശ്നം, നമ്മളെല്ലാം ഒന്നാണെന്ന് പറയും. അത് വെറും ഒരു ഡയലോഗാണ്. നമ്മളെല്ലാം ഒന്നല്ല, പകരം നമ്മളെല്ലാം ഒന്നിച്ചാണ്. ആ ഒന്നിച്ചാണെന്ന് പറയുന്നതാണ് ബഹുസ്വരത, ഐക്യം, സ്നേഹത്തിന്റെ പാലം. മറ്റേത് ഏകശിലാത്മകത. നമ്മുടെ BJP സുഹൃത്തുക്കൾ യൂണിഫോം സിവിൽ കോഡ് പറയുന്ന ഏകശിലാത്മകതയുടെ മറ്റൊരു ആർഗ്യുമെന്റ് മാത്രമാണ്. അപ്പൊ നമ്മൾ ഒന്നിച്ചാണെന്നുള്ള തിരിച്ചറിവും സ്കൂൾ തലങ്ങളിൽ തൊട്ട് സൗഹാർദ്ദവും സാഹോദര്യവും ബാലൻസും കൊണ്ടുവരേണ്ട ആവശ്യവും ഏറ്റവും കൂടുതലാണ്. ഇനി ഒരു കൗതുകമുള്ള കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ് അവർ ലിഞ്ചിങ്ങിനെ കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൽ, അമേരിക്കയിലാണ് പഠനം, സോഷ്യൽ സ്ട്രക്ചറും റേഷ്യൽ സ്ട്രക്ചറും, അതായത് ആൾക്കൂട്ട കൊലപാതകവും ഇതേപോലെ തല്ലിക്കൊന്നതിന്റെയും പിന്നിൽ സാമൂഹിക, അവിടെ വംശീയം, ഇവിടെ ജാതിപരം അല്ലെങ്കിൽ മതപരം ആയിട്ടുള്ള സാമുദായികമായ കാരണങ്ങളാണ് അതിന്റെ അടിസ്ഥാനമെന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയുടെ പഠനം. അപ്പൊ ശ്രീ നിഷാദിന്റെ സോള് കറക്റ്റാണ്, അങ്ങയുടെ ആത്മാവ് പോയിന്റ് കറക്റ്റാണ്. നമ്മുടെ സമൂഹത്തിൽ മതസൗഹാർദ്ദം, ഐക്യം, യോജിപ്പ്, വെറുപ്പില്ലായ്മ ഉണ്ടാകണം. അത് RSSനോട് വെറുപ്പുണ്ടാക്കിക്കൊണ്ടല്ല. ഒരു വെറുപ്പിനെ മറ്റൊരു വെറുപ്പ് കൊണ്ട് നമുക്ക് നേരിടാൻ പറ്റില്ല. RSSകാരെയും പറഞ്ഞ് നന്നാക്കിക്കൊണ്ട്. അതുകൊണ്ടാണ് ഗുരുജി ഗോൾവൽക്കറിനോട് ഗാന്ധിജി അങ്ങോട്ടാണ് പറയുന്നത്, എനിക്ക് സംഘത്തിൽ വന്ന് സംസാരിക്കണം. എന്നിട്ട് അവിടെ പോയി പറയുന്നുണ്ട്, നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, നല്ല കാര്യങ്ങളാണ്, പക്ഷേ ഈ മുസ്ലിം അതിന്റെ അടിസ്ഥാന പണി വിടാൻ പറ്റുമോ? രാഹുൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു പോയിന്റിലേക്ക് രാഹുൽ അതിനെ കൊണ്ടുവരും. നമ്മൾ വെറുപ്പിനെ കുറിച്ചും സംഘർഷത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ രാഹുൽ നല്ല ഫ്ലോയിൽ വന്നിട്ട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു പോയിന്റിൽ ആദരണീയനായ ഗുരുജി ഗോൾവൽക്കർ, രാഹുൽ RSS ഈ പണി നിർത്തിയിട്ട് പിന്നെ എന്തിനാ പോവുക? കുടിവെള്ള വിതരണത്തിന് പോകുമോ, അതോ നേത്രദാന ക്യാമ്പിന് പോകുമോ? RSSന് വേറെന്ത് പണിയാ അറിയാവുന്നത്? RSSന് ഈ പണിയാ അറിയാവുന്നത്. RSS 925 ഉണ്ടാക്കിയിരിക്കുന്ന ഈ പണിക്കുമാണ്. അല്ല പിന്നെ RSS എന്തിനാണ് പറഞ്ഞത്? RSS എന്താണ് പിന്നെ എന്തിനാ പോവാ? എനിക്ക് ഒരു വരി തന്നാ മതി. ഈ പറയുന്നത് നിഷാദ് എന്ന മാധ്യമപ്രവർത്തകനോടല്ല, രാഹുൽ ഈശ്വർ എന്ന ഹിന്ദു ആക്ടിവിസ്റ്റ് നിഷാദ് എന്ന മുസ്ലിമിനോടാണ് പറയുന്നത്. അതായത് ഹിന്ദുക്കളുടെ മനസ്സിലുള്ള ആത്മീയ ശൂന്യതയിൽ നിന്നാണ് ഈ വിദ്വേഷം ഉണ്ടാകുന്നത്. അത് ഗാന്ധിജി കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു ശത്രുവിനെ നിർമ്മിച്ച് ആ ശത്രുവിനെ പോരടിക്കാൻ വേണ്ടി ഉള്ളൊരു സംഘം ചേരലോ അല്ലെങ്കിൽ ആൾക്കൂട്ടലോ ഉണ്ടാകണം. ആത്മീയ ശൂന്യത എന്നുള്ള വലിയ വാക്കൊന്നും പറയല്ലേ എന്റെ രാഹുല. ഇത് ആത്മീയ ശൂന്യത അല്ല, ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്യുകയാണ് വളരെ പർപ്പസ്ഫുള്ളി. അത് ചെയ്യുന്ന കേന്ദ്രം ഇവിടെ ഉണ്ട്. അപ്പൊ ഹിന്ദുക്കൾക്ക് അങ്ങനെ സ്വയമേവ എന്തോ ഒരു ആത്മീയ ശൂന്യത കൈവന്നിരിക്കുന്നു എന്ന് രാഹുൽ വെറുതെ പടച്ചുണ്ടാക്കല്ലേ. രാഹുലെ സംഗതി സിമ്പിളാണ്, ഈ സംഗതി സിമ്പിളാണ്. ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളുടെയും കാരണം അപ്പുറത്തുള്ള ആളാണെന്ന് പറയാം, എന്നിട്ട് അവരെ ആക്രമിക്കാൻ പറയാം. ദാറ്റ്സ് ഓൾ, സിമ്പിൾ. ഗാന്ധിജിയുടെ വരി കേൾക്കൂ, അങ്ങ് ഒരു വരി കേൾക്കൂ. ഗാന്ധിജി എടുത്തു പറയുന്നുണ്ട്, യു തിങ്ക് ഹേറ്റ് ഈസ് ദ പ്രോബ്ലം, നോ ഫിയർ ഈസ് ദ പ്രോബ്ലം. ഗാന്ധിജിയുടെ കൊട്ടേഷൻ ആണ്. നിങ്ങൾ കരുതും വെറുപ്പാണ്.
ആ ഫിയർ വരുന്നത് ഒരു വരി കൂടെ കേൾക്കൂ ദയവായി. ആ ഫിയർ വരുന്നത് ഹിന്ദുക്കളുടെ ഒരു സ്പിരിച്വൽ വാക്യൂമിൽ നിന്നാണ്. ഈ വാക്യൂമിൽ നിന്നാണ് നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീമാരെ ആക്രമിക്കുന്നത്, മുഹമ്മദ് സുബൈറിനെയോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഒരുമിച്ച് എത്ര കാലം നമ്മൾ ഒരുമിച്ചുണ്ടാക്കിയതല്ലേ രാഹുൽ ഈ രാജ്യം? ഇപ്പോഴല്ല ഈ പറയുന്ന പരിപാടി മുഴുവൻ തുടങ്ങിയത്. അങ്ങനെ അല്ല സാർ, അങ്ങനെയല്ല. ഇത് നൂറ്റാണ്ടുകളുടെ പ്രശ്നമാണ്. ഒരു നൂറ്റാണ്ടുമില്ല. 925 മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അന്നാണ് ഈ പരിപാടി തുടങ്ങിയത്. 925 മുമ്പ് ഒരു കുഴപ്പമുണ്ടായില്ല. ഒരുമിച്ചാണ് മനുഷ്യന്മാർ ഈ രാജ്യം മേടിച്ചത്, ഒരുമിച്ചാണ് ഈ രാജ്യം പോരാടി മേടിച്ചത്, ഉണ്ടാക്കിയത്. ഇപ്പോഴാണ് ഇതിന്റെ സോക്കേട് കൂടിയത്. ശരി ശരി, ആത്മീയ ശൂന്യതയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഫലനം ഞാൻ പറയാം. അഡ്വക്കേറ്റ് പി എ പൗരൻ രാഹുലിന്റെ പോയിന്റ് മാർക്ക് ചെയ്തു. അഡ്വക്കേറ്റ് പി എ പൗരൻ, ഇവിടെ കേരളത്തിലെ ഈ പ്രശ്നത്തെ നാം എങ്ങനെയാണ് നേരിടുക? നമ്മുടെ കയ്യിൽ പോലീസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് നടത്തിയിട്ടുള്ള BJP RSS ഓർ ഹിന്ദുത്വ ആൾക്കാരെ പിടിച്ച് അകത്തിടാം, ഇനിയും പോലീസ് വിജിലൻസ് കൂട്ടാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഹെയ്റ്റ് സ്പ്രെഡിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ടെക്നിക്കലി. അതിനപ്പുറം നമ്മൾ പൊളിറ്റിക്കലി ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ എന്താണ് പി എ പൗരൻ ലാക്ക് ചെയ്യുന്നത്? ആൾക്കൂട്ട വിചാരണയും അതിനെ തുടർന്നുള്ള കൊലപാതകവും ഇത്രയും കാലം RSSും ഹിന്ദു പരിവാരും അല്ലെങ്കിൽ സംഘങ്ങളും പരീക്ഷിച്ചത് ഗുജറാത്തിലും UPയിലും ബീഹാറിലും മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലുമാണ്. പക്ഷേ ഇപ്പോൾ അത് പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം നിഷാദ് പറഞ്ഞതുപോലെ അവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ RSSന് BJPക്ക് കുറച്ചും കൂടി ഗ്രൗണ്ട് സപ്പോർട്ടുള്ള ആ സ്ഥലത്ത് അവർ ഇത് പരീക്ഷിച്ചു. ആ പരീക്ഷണം വിജയപ്രദമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇതര ജില്ലകളിലേക്കും അവർ വ്യാപിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട് കേരളത്തിലേക്ക് ഇത് വന്നിരിക്കുന്നു? തമിഴ്നാട്ടിൽ ഇത് പരീക്ഷിച്ചിട്ടില്ല, ഉണ്ടാകാം. പക്ഷേ കേരളത്തിൽ അവർ പരീക്ഷിക്കാൻ പ്രധാനമായ കാരണം ഇവിടെ തിരുവനന്തപുരവും ഡൽഹിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാലമുണ്ട്. ആ പാലം നിതിൻ ഗഡ്കരി മുതൽ ഇങ്ങേ അറ്റത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പാലം, ജോൺ ബ്രിട്ടാസ് വരെയുള്ള ഉണ്ടാക്കിയിരിക്കുന്ന പാലം, അത് വളരെ സുസജ്ജമാണ്, വളരെ സുരക്ഷിതമാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർ ഇവിടെ ആവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. RSSനെ സംബന്ധിച്ചിടത്തോളം 1925 നിഷാദ് പറഞ്ഞതുപോലെ മലബാർ കലാപമാണ്, അതിൽ കുറച്ച് ഹിന്ദുക്കൾ മരിച്ചു, അതുകൊണ്ടാണ് അവർ RSSന് രൂപം കൊടുത്തത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം അവരുടെ ശത്രുക്കളാണ്. ആ ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വംശീയ കലാപങ്ങൾ മെക്കനൈസ് ചെയ്യുന്നതും ആസൂത്രണം ചെയ്യുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും. അതിൻ്റെ ആദ്യത്തെ പരീക്ഷണശാല ഗുജറാത്ത് ആയിരുന്നുവെങ്കിൽ പിന്നീട് അത് UPയിലേക്കും ബീഹാറിലേക്കും മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്കും വ്യാപിപ്പിച്ചു. ഇപ്പോൾ നേരത്തെ ശ്രീ അനൂപ് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് അവർ കേരളത്തിലേക്കും അത് കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ അത് വിജയപ്രദമാകും. കാരണം നമുക്കറിയാം ധാരാളം ഡീലുകൾ നടന്നിരിക്കുന്നു. ആ PM ശ്രീ പ്രോജക്റ്റ് ആയാലും ശരി, ഇപ്പോഴത്തെ മറ്റ് എല്ലാ പ്രോജക്റ്റുകളായാലും പദ്ധതികളായാലും നമുക്കറിയാം അതിനകത്ത് ഒരു അണ്ടർലൈനിങ് ആയിട്ടുള്ള ഒരു വലിയ നെക്സസ് ഉണ്ട്. ആ നെക്സസ് ഇവിടെ സജീവമാണ്, അത് സുരക്ഷിതമാണ്. അത് അടുത്ത ഭരണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ മോഡി 3 പ്രാവശ്യം ഡൽഹിയിൽ പ്രധാനമന്ത്രിയാകുന്നു, ഇവിടെ തിരുവനന്തപുരത്ത് BJP RSS ഹിന്ദുത്വ നെറ്റ്വർക്ക് കേരളത്തിൽ സുരക്ഷിതമാണ് എന്ന് പറയുന്നതിന് താങ്കൾ മുന്നോട്ട് വെക്കുന്ന ഫാക്ട്സ് എന്തൊക്കെയാണ്? കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് വേണമല്ലോ. മറ്റേത് PM ശ്രീയിൽ ഒപ്പുവെച്ചു അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് സംസാരിച്ചു എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ആരോപണമായി ഉന്നയിക്കാമെന്നല്ലാതെ കോൺക്രീറ്റ് ആയിട്ടുള്ള എന്തൊക്കെ പോയിന്റ് വെച്ചിട്ട് ഹിന്ദുത്വ സംഘ് പരിവാറിന് ഇവിടെ സുഗമമായി പ്രവർത്തിക്കാനും ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനും കഴിയുന്നു എന്ന് സ്ഥാപിക്കാൻ താങ്കൾക്ക് കഴിയുമോ? യെസ്, 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ശ്രീ M ആയിട്ട് തിരുവനന്തപുരത്ത് ഒരു ഡീൽ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ ഹിന്ദുത്വ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 4 ഏക്കർ സ്ഥലമാണ് കേരള ഗവൺമെന്റ് കൊടുത്തത്. അതൊരു കാര്യം. 2, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊടകര സംഭവം കോടികളുടെ ട്രാൻസാക്ഷൻ നടന്നു. പക്ഷേ അതിന്
ഉത്തരവാദിയായിട്ടുള്ള അതിൻ്റെ അക്യൂസ്ഡ് സ്ഥാനത്ത് നിൽക്കുന്ന കെ സുരേന്ദ്രൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രതികളാകേണ്ടവരുടെ പേരിൽ ഒരു നടപടി സ്വീകരിക്കാൻ പോലും കേരള ഗവൺമെൻറ്, കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല. ഈ 2 എക്സാമ്പിൾസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും ആ ഡീല് പൂർണ്ണമാണ്, ആ ഡീൽ ഇപ്പോൾ നിലനിൽക്കുന്നു, അത് വളരെ കോൺക്രീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ബിലാസ്പൂരിലെ 31 വയസ്സായ ഒരു തൊഴിലാളി, അവനെ ആ തൊഴിലാളിയെ ഇതര സംസ്ഥാന തൊഴിലാളി അതിഥി തൊഴിലാളി എന്നാണ് വിളിക്കുന്നത്. ശ്രീ പിണറായി വിജയനാണ് ആദ്യമായിട്ട് അതിഥി തൊഴിലാളി എന്ന് വാക്ക് ഉപയോഗിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ അതിഥി തൊഴിലാളിയെ ജോലി അന്വേഷിച്ച് തന്റെ സഹോദരനോടൊപ്പം സഹോദരനെ കാണാൻ വേണ്ടി വന്ന ആ അതിഥി തൊഴിലാളിയെയാണ് ബംഗ്ലാദേശി കള്ളൻ എന്ന് ബ്രാൻഡ് ചെയ്തുകൊണ്ട് ചാപ്പ കുത്തിക്കൊണ്ട് 16 പേരടങ്ങുന്ന ഒരു സംഘം ആക്രമിച്ച് കൊല ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചറിയാൻ പറ്റും. ആ നിർഭാഗ്യവാന്, ആ യുവാവിന് പരിക്ക് പറ്റാത്ത ഒരു ശരീരഭാഗവുമില്ല. അപ്പോൾ അത്ര മൃഗീയമായിട്ട് ഒരു മനുഷ്യജീവിയെ അടിച്ചു കൊല്ലാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ, കൃത്യം പറഞ്ഞാൽ അത് RSSകാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ RSS പ്രാക്ടീസ് കിട്ടിയ അല്ലെങ്കിൽ അതിന്റെ പരിശീലനം കിട്ടിയവർക്ക് മാത്രമേ ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അഖ്ലാഖിന്റെ കഥ പറഞ്ഞു, അതേമാതിരി ബൽക്കീസ് ബാനുവിന്റെ കഥ തന്നെ നമുക്കറിയാം, കാര്യം തന്നെ നമുക്കറിയാം. ബൽക്കീസ് ബാനുവിന്റെ വീട്ടിൽ പാല് കൊണ്ടുപോയി കൊടുത്തവരാണ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ കൊലപാതകം നടത്തിയത്. അപ്പോൾ ഈ രൂപത്തിൽ വളരെ മെക്കനൈസ്ഡ് ആയിട്ട്, വളരെ പ്ലാൻ ചെയ്ത്, വളരെയധികം സ്ട്രാറ്റജിക്കലായിട്ട് മൂവ് ചെയ്തുകൊണ്ട് കൊലപാതകം നടത്തുവാൻ അവർക്ക് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് വളരെ ആസൂത്രിതമായിട്ടുള്ള ടെസ്റ്റ് ഡോസ് പരിപാടിയായിട്ട് ഇതിനെ കാണുകയാണ് താങ്കൾ. തടയാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് താങ്കൾ, അല്ലെങ്കിൽ തടയാൻ സർക്കാരിന് പദ്ധതിയില്ല, ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസ് എടുത്തിരിക്കുന്നു എന്ന ആക്ഷേപവും കൂടി താങ്കൾ ഉന്നയിക്കുകയുമാണ്. TM ശശി, ഇതിനകത്ത് നോക്കൂ, വെറുപ്പ് എന്ന് പറയുന്ന സംഗതി പരന്നു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുക ഏത് തരത്തിലാണെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ചില ആളുകൾ വെറുപ്പ് പരത്താൻ വന്നിരിക്കുന്നു. അതിൽ തന്നെ നേരത്തെ ഉന്നയിക്കപ്പെടുന്ന എന്താ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം നിരന്തരമായിട്ട് മുസ്ലിം ഹെയ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വളരെ എക്സ്പ്ലിസിറ്റായി തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊരു പ്രതിരോധവും നിങ്ങൾക്കില്ല. ശ്രീ വെള്ളാപ്പള്ളി, താങ്കൾ ഇത് പറയരുത് എന്നൊരു വാക്ക് പോലും നിങ്ങൾ പറയുന്നില്ല. അപ്പം നിരന്തരമായി ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് തോന്നുന്നത് എന്താണ്? അവർ കുഴപ്പമാണെന്ന് തോന്നുകയും പിന്നീട് അവരെ വഴി കണ്ട തല്ലാനും തോന്നും. ഇപ്പോൾ കേരളത്തിൽ വളരെ തുറന്ന വർഗീയത പറയുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ ഇതിൽ പ്രധാന ഗണനീയനായി ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ്, ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തോട് പോലും അനുഭാവത്തിൻ്റെയും ചേർത്തു നിർത്തലിൻ്റെയും സമീപനമുള്ള നിങ്ങളാണ് മതനിരപേക്ഷത എന്ന കോമഡി പറയുന്നത് എന്ന് VR അനൂപ് പറയുന്നു. ഈ പോയിന്റിന്റെ മറുപടി പറയാമോ? രണ്ട് വിഷയത്തിൽ പറയണം. ഒന്ന്, നിങ്ങളോട് പറഞ്ഞത് ആദ്യം നിങ്ങൾ എൻ്റെ നിന്ന് മാറിയ ഉടനെ നിഷാദ് പറഞ്ഞു വെച്ചത് വംശീയമായി ഇതിൽ യാതൊരു എലമെന്റും ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ CPM പ്രതി പറഞ്ഞു വെച്ചു എന്നാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ പറയാത്തത് ഞാൻ പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കണ്ട. ഞാൻ പറഞ്ഞത് വിഷയം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നടന്ന സംഭവത്തിൽ എന്തൊക്കെയാണ് മോട്ടീവ് എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ച് അതിന്റെ വിശദാംശങ്ങൾ എടുത്തതിന് ശേഷം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതും പറയേണ്ടതുമുണ്ടെങ്കിൽ CM പറയേണ്ടതാണെങ്കിൽ CM പറയും, MP രാജേഷ് പറയേണ്ടത് MP രാജേഷ് അത് പറയും. അത് അന്വേഷിച്ച് വിവരം CI പോലും, അവിടുത്തെ പോലീസ് അന്വേഷണ ദിവസം പോലും പറഞ്ഞാൽ എന്താ, വിഷയത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ 5 പ്രതികളെ കിട്ടി, ഇനിയും പ്രതികളുണ്ട്, അവരെന്തൊക്കെയാണ് ഉദ്ദേശം എന്നുള്ള കാര്യം ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്, അവർ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്ന് പറയേണ്ടതുണ്ട് എന്ന് പോലീസ് ദിവസം പറയണു. അന്വേഷിച്ച് വിവരം കിട്ടിയതിന് ശേഷം ബാക്കി പറയും, ആദ്യമേ തന്നെ പറയില്ല. അതാണ് ഒന്നും കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീ VR അനൂപ് പറയാണ്, വളരെ അദ്ദേഹം വന്ന് പറയുന്നത് മതനിരപേക്ഷതയെ കുറിച്ച് CPM ഉണ്ടാകാൻ പാടില്ല എന്നാ. ആരാ പറഞ്ഞത്? RSSന് വളം വെച്ച് കൊടുക്കുന്ന ഇവിടെ കേരളത്തിലാരാ? ഈ രാജ്യത്താരാ? രാജ്യത്ത് RSSന് വളം വെച്ച് കോൺഗ്രസ് അല്ലേ? ഇവർ പറയാണ് കേസ് എടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പ്രവീൺ തൊഗാഡിയ ഈ രാജ്യത്ത് വന്ന് വിദ്വേഷ പ്രസംഗം നടത്തിയിട്ട് ഒരു കേസ് പിൻവലിച്ചത് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടാകുമ്പോഴാണ്. ഒരു പോലീസുകാരനെ RSSകാരൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ആ കേസ് പിൻവലിച്ചത് കുട്ടികളിലെ പോട്ടെ പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഈ കേരളത്തിൽ RSSന് വളം വെച്ചു കൊടുക്കും. കേരളത്തിൽ രാജ്യത്ത് മുഴുവൻ ഇവിടെ അത് വേറെ രീതിയിൽ നടക്കാതിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു തർക്കവും വേണ്ട. ഇനിയോ ഈ കഴിഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ലാഘവത്തോടെ നിങ്ങൾ പറഞ്ഞത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി RSSുമായി ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങൾ ചർച്ച നടത്തിയില്ല, നിങ്ങൾ ചർച്ച നടത്തി. RSSുമായി ജമാഅത്തെ ഇസ്ലാമി ചർച്ച നടത്തി ഇലക്ഷന് നമുക്ക് ഒരുമിച്ച് പോകണമെന്ന് ചർച്ച ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നില്ലേ? നിഷേധിക്കാൻ പറ്റുമോ? വേണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ PM
PM സലാം ലീഗിന്റെ ജനറൽ സെക്രട്ടറി അല്ലേ? RSSന്റെ സഹായം വാങ്ങിയാണെങ്കിലും CPM പരാജയപ്പെടുത്താൻ പറഞ്ഞത് PM സലാം അല്ലേ? കോൺഗ്രസ് നാട് മുഴുവൻ RSSുമായി ഡീലല്ലേ? ഈ നാട്ടിൽ എവിടെയൊക്കെ കോൺഗ്രസിനും BJPക്ക് ഒരുമിച്ച് സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങള് ഇവിടെ CPM ആണ് ആകെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതൊന്നും തൊള്ളതൊടാണ്ട് നിങ്ങൾ പറയും. കേൾക്കുന്ന ജനങ്ങളുണ്ട്, അവര് പറയട്ടെ. RSSും കോൺഗ്രസ് തമ്മിൽ ഈ രാജ്യത്ത് മുഴുവൻ അതാണെന്ന്. SIR വരുമ്പോ, രാജ്യത്തെ പ്രശ്നങ്ങൾ വരുമ്പോ കോൺഗ്രസ് പാർലമെന്റിലില്ല, അവരുടെ പ്രതിപക്ഷ നേതാവിന് പാർലമെന്റ് സമയമില്ല. ഇതൊക്കെ വസ്തുതയാണ്. ഈ വസ്തുത പറയുമ്പോൾ നിങ്ങൾ വേറെ 100,000 പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വേറൊരു വിഷയം നിങ്ങൾ പറഞ്ഞത് വെള്ളാപ്പള്ളി പറഞ്ഞതിന് ആരെങ്കിലും ന്യായീകരിച്ചിട്ടുണ്ടോ? വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം. വെള്ളാപ്പള്ളി ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല, മിതത്വം പാലിക്കണം എത്ര വട്ടം ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? വെള്ളാപ്പള്ളി പറയുന്നത് ശുദ്ധ വർഗീയതയാണ് എന്ന അഭിപ്രായം അല്പസമയം മുൻപ് പറഞ്ഞ വാചകത്തിന്റെ തീവ്രതയുണ്ടല്ലോ. അല്പസമയം മുൻപ് താങ്കൾ പറഞ്ഞവസാനിപ്പിച്ച വാചകത്തിന്റെ തീവ്രത വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയുന്നുണ്ടോ? വെള്ളാപ്പള്ളി പറയുന്നത് ശുദ്ധ വർഗീയതയും വ്യാജവുമാണ് എന്ന് പറയാൻ ശശി താങ്കൾ തയ്യാറുണ്ടോ? വെള്ളാപ്പള്ളി പറയുന്നത് ശുദ്ധ വർഗീയതയും വ്യാജവുമാണ് എന്ന് പറയാൻ താങ്കൾ തയ്യാറുണ്ടോ? അല്ല, വെള്ളാപ്പള്ളി പറയുന്നത് ശുദ്ധ വംശീയതയും വെറിയും വൃത്തികേടുമാണെന്ന് പറയാൻ ഇടതുപക്ഷ സർക്കാരും BJP സർക്കാരും ഡീലാണെന്ന് പറയാൻ ഒരു അഡ്വക്കേറ്റ് PA പൗരന് പറയുന്നത് അദ്ദേഹം BJPയുടെ ഡീൽ വരുത്തിയിട്ട് ഇവിടെ ഒന്നും വേറെ വർത്തമാനം പറയുന്നത് ഞങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം എന്താ അറിയോ? ഇവിടെ അവർക്ക് ആ നിലയിൽ ഇടപെടാൻ പറ്റാത്ത ഒരു സംസ്ഥാനം ഇവിടെയാണ്. അതിന് മാറ്റം വരുത്താൻ ഈ പറഞ്ഞ കൂട്ടരെല്ലാവരും ചേർന്നിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ഉദാഹരണങ്ങളില്ലേ, അവര് വിവിധ പേരുകൾ വരും. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവരും ഞങ്ങൾ ആക്ഷേപിക്കുന്നത് അതിൽ അവർക്ക് വേണ്ട രീതിയിൽ ഇടപെടാൻ പറ്റാത്ത, വേണ്ട രീതിയിൽ അവർക്ക് ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഗവൺമെന്റ് ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ സ്വീകരിക്കും, ഇടപെടുന്നുണ്ട്. ഭാവിയിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ എല്ലാ ഇടപെടലും നടക്കുന്നുണ്ട്. RSS ആണെങ്കിലും ഈ BJP ആണെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ വരാതിരിക്കാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അതിപ്പോ ഇപ്പൊ ഈ കേസ് ഉണ്ടായല്ലോ, ഈ കേസ് ഉണ്ടായതിന്റെ ബാക്കി കാര്യങ്ങൾ വരട്ടെ, ഗവൺമെന്റ് വേണ്ട ചെയ്യും. ശരി. അല്ല ശശി, ഞാൻ ചോദിച്ചു, താങ്കൾ ഒരുപാട് ഒച്ചയിൽ സംസാരിച്ചു. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി RSSുമായി ചർച്ച നടത്തി, കോൺഗ്രസ് രാജ്യം മുഴുവൻ RSSുമായി ഡീലാണ്, വളരെ സ്പഷ്ടമായിട്ടാണ് താങ്കൾ പറഞ്ഞത്. ആ ആവേശം താങ്കൾക്ക് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ശുദ്ധ വംശീയതയാണ്, വ്യാജമാണ്, പരമത വിദ്വേഷമാണ്. ഇത് പറയാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം. വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളി അഭിപ്രായം. വെള്ളാപ്പള്ളി പറയുന്ന അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് അതിന് യോജിപ്പില്ല. വെള്ളാപ്പള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് യോജിപ്പുണ്ടോ? വെള്ളാപ്പള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. ലീഗിനെ പറയുമ്പോൾ ഞങ്ങൾ അപരമതി വിദ്വേഷം പറയണ്ട. വെള്ളാപ്പള്ളി പറയുന്ന എല്ലാത്തിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. സംസ്ഥാന സെക്രട്ടറി വെള്ളാപ്പള്ളി എന്നല്ല, ആര് അപരമത വിദ്വേഷം പറഞ്ഞാലും ഞങ്ങൾ അതിനെ തള്ളി പറയും. വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണോ? ഞങ്ങളുടെ നിലപാടല്ല. വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണോ? വെള്ളാപ്പള്ളി പറയുന്ന വർഗീയത പറയുന്നതിൽ വർഗീയതയാണെങ്കിൽ വർഗീയതയാണ്. വെള്ളാപ്പള്ളി എല്ലാം പറയുന്നത് വർഗീയത എന്ന് പറയാൻ പറ്റുമോ? വെള്ളാപ്പള്ളി പറയുന്നത് എല്ലാം വർഗീയത എന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക്? വെള്ളാപ്പള്ളി വർഗീയത പറയാറുണ്ടോ? വെള്ളാപ്പള്ളി അപരമത വിദ്വേഷം വെള്ളാപ്പള്ളി അല്ല, ആര് പറഞ്ഞാലും വെള്ളാപ്പള്ളിയെ കുറിച്ച് അതൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യമില്ല. വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി അല്ല, ആര് അപരമത വിദ്വേഷം തള്ളി പറയണം. ഈ സമൂഹം അവരെ അപലപിക്കണം. ഞങ്ങൾ അപലപിക്കുന്നു. സമൂഹത്തിന്റെ കാര്യം നിങ്ങളുടെ കാര്യം ചോദിക്കുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണോ? വെള്ളാപ്പള്ളി പറയുന്നതിൽ വർഗീയതയുണ്ടോ? ഈ സമീപ ദിവസങ്ങളിൽ അദ്ദേഹം നിഷാദ് റാവുത്തർ പറഞ്ഞാലും വെള്ളാപ്പള്ളി പറഞ്ഞാലും അത് വർഗീയതയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പഠിക്കേണ്ട കാര്യം. ഞാൻ പറയാറില്ല. നിങ്ങളാണെങ്കിലും വെള്ളാപ്പള്ളിയാണ് ഞങ്ങൾക്ക് ഞാൻ പറയാറില്ല. ഞാൻ പറയാറില്ല. എനിക്ക് ഞാൻ നല്ല കോൺഫിഡൻസിലാണ്. വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയുണ്ടോ? ഞാൻ നിങ്ങളെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെയും വരുന്നുണ്ടല്ലോ. നിങ്ങൾ പറയുന്നതിലും വർഗീയത ഞങ്ങൾ പറയും. വെള്ളാപ്പള്ളി ഞാൻ പറഞ്ഞതിൽ വർഗീയത ഉണ്ടെങ്കിൽ പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലുള്ള അഭിപ്രായം പറ. വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണോ? ഞാൻ പറഞ്ഞതിൽ വർഗീയത ഉണ്ട്, അതും പറഞ്ഞോട്ടോ. വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തള്ളി പറയേണ്ടതന്നെ. എന്താ സംശയം? പറയുന്ന വിഷയങ്ങളിലാണ് വെള്ളാപ്പള്ളി എല്ലാം പറയുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് എല്ലാം വർഗീയ എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അപ്പൊ കുറച്ച് വർഗീയത പറയുന്നത് എല്ലാം വർഗീയത അല്ലെങ്കിൽ കുറച്ച് വർഗീയതയുണ്ട്. കുറച്ച് വർഗീയതയുണ്ട് അല്ലേ? പറയുന്നതിന് അപ്പൊ തന്നെ ഞങ്ങളുടെ അഭിപ്രായം ഏതോ ഒരു വിഷയം വെള്ളാപ്പള്ളി ഇപ്പൊ മലപ്പുറത്തെ മനുഷ്യർ എന്തൊരു ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. അവരുടെ ആചാരങ്ങളുള്ള സമയത്ത് മറ്റുള്ളവരെ അവിടെ നിർത്താൻ അനുവദിക്കില്ല, ഓടിക്കുകയല്ലേ അവർ? കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. വർഗീയതയാണോ? അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ അതിനെ തള്ളി. അത് വർഗീയതയാണോ എന്നാ എന്റെ ചോദ്യം. നിങ്ങൾ കുറച്ചു മുമ്പേ മതനിരപേക്ഷത, കോൺഗ്രസിന്റെ വർഗീയത, ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയത എന്നൊക്കെ ഉറക്കെ പറഞ്ഞല്ലോ.
ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയത, കോൺഗ്രസിന്റെ വർഗീയത, RSS കോൺഗ്രസ് ബന്ധം, അത് പറയാൻ നിങ്ങൾക്ക് നല്ല വാക്കുകളുണ്ടായിരുന്നല്ലോ. ഇപ്പൊ വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയോ? വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണോ? ആൻസർ ഇല്ല, പറയാൻ കഴിയുന്നില്ല, ഭയപ്പെടുകയാണ്. RSSന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വർഗീയത ഞങ്ങൾ ഒരേപോലെ പറയും. ഇല്ല, പറയാൻ നിങ്ങൾക്ക് പറ്റിയല്ല. വെള്ളാപ്പള്ളിയെ പറയും. വെള്ളാപ്പള്ളി RSSന്റെ കൂടെയുള്ള NDA സഖ്യകക്ഷിയുടെ സഖ്യകക്ഷിയായ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. NDA സഖ്യകക്ഷിയായ BDJSന്റെ സ്ഥാപക നേതാവാണ് വെള്ളാപ്പള്ളി. അദ്ദേഹം പറയുന്ന വർഗീയതയെ തള്ളാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. നിങ്ങൾക്ക് പറ്റുകയില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. താങ്കൾക്ക് പറ്റില്ല. പറ്റില്ല. ജമാഅത്ത് ഇസ്ലാമിയോ പറയുന്നത് പറയുന്നതും അതല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാം പറയുന്നതും വർഗീയതയെ ഞങ്ങൾ ഒരുപോലെ തള്ളി പറയും. ഞാൻ കുറച്ച് സമയം തരാം. വെള്ളാപ്പള്ളി BJP സഖ്യകക്ഷിയായ BDJSന്റെ സ്ഥാപക നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വർഗീയതയാണോ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. കോമ്രേഡ്, നിങ്ങളുടെ മുട്ടിടിക്കും. നിങ്ങൾ വേണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ 4 or 10 പറഞ്ഞോ, എന്നിട്ട് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ നിലപാട് പറയണം. അവിടെ ഉരുളരുത്, അവിടെ ഒഴുകരുത്. ഞാൻ ടൈം തരാം. ഞാൻ പറയുന്ന വിഷയങ്ങൾ ഞങ്ങൾ തള്ളി പറഞ്ഞു. നിഷാദ് നിങ്ങൾ പറയേണ്ട ഈ നാട് കേട്ട് ശരിയല്ലാത്ത പ്രസ്താവനകളെ ഈ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി തള്ളി പറഞ്ഞിട്ടുണ്ട്. പച്ചക്കറി സംസ്ഥാന സെക്രട്ടറി നിങ്ങളുടെ ചാനൽ കേൾക്കുന്നവരുണ്ടായിക്കോട്ടെ, ഈ നാട്ടിലുള്ള നിലപാട് വെള്ളാപ്പള്ളി പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു കുറിപ്പിറക്കിയിട്ടുണ്ട്. ആ കുറിപ്പിൽ വെള്ളാപ്പള്ളിയുടെ പേര് പോലുമില്ല. വെള്ളാപ്പള്ളിയുടെ പേര് പോലുമില്ല ആ കുറിപ്പിൽ. അനൂപ്, ഇതിനകത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു പ്രതിരോധം ഇപ്പൊ CPIM-നോട് ഈ സമീപകാലത്തെ രാഷ്ട്രീയ വിവാദങ്ങളെ ചൊല്ലി നമുക്ക് ചോദ്യ അല്ലെങ്കിൽ ഉത്തര ഒരു സെഷൻ ആവാം. അതിനപ്പുറം പോയാൽ കേരളത്തെ സംബന്ധിച്ച് കേരളം ബിൽഡ് ചെയ്യേണ്ട ഒരു പ്രതിരോധം എങ്ങനെയുള്ളതായിരിക്കണം? അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സവിശേഷമായ റോൾ എന്താണ്? അതിൽ എന്തുമാത്രം ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് അതിനൊരു പ്രോമിനൻസ് കൊടുക്കുന്നുണ്ട് എന്നീ ക്വസ്റ്റ്യൻസ് ഇല്ലേ? അതിലേക്ക് ഞാൻ വരും നിഷാദെ. അതിന് മുമ്പ് അങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയാണ്, വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞോ? അപ്പം അദ്ദേഹം പറയുന്നത് എന്താ? വെള്ളാപ്പള്ളി വർഗീയത മാത്രമല്ലല്ലോ പറയുന്നത്, വർഗീയത അല്ലാത്തതും പറയുന്നില്ലേ? നിങ്ങൾ ഒരാളോട് മദ്യപാനിയാണോ എന്ന് ചോദിച്ചാൽ അയാൾ മദ്യം മാത്രമാണോ കഴിക്കുന്നത്? അതല്ലാത്ത സമയത്ത് ജ്യൂസ് കുടിക്കുന്നില്ലേ, പാല് കുടിക്കുന്നില്ലേ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു യുക്തിയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാളെ ആൽക്കഹോളിക് എന്ന് വിളിക്കണമെങ്കിൽ അയാൾ ആൽക്കഹോൾ മാത്രം കഴിക്കുന്നതിനർത്ഥം അയാൾ ജ്യൂസ് കുടിക്കുന്നുണ്ടാവും, പാല് കുടിക്കുന്നുണ്ടാവും, വെള്ളം കുടിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് വെള്ളാപ്പള്ളി വർഗീയവാദിയാണ് എന്നങ്ങനെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യം, അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ ഞാൻ മാനിക്കുന്നു. ജനങ്ങൾ വിലയിരുത്തട്ടെ. എൻ്റെ ചോദ്യം അതൊന്നുമല്ല. നിങ്ങൾക്ക് നിലപാടെടുക്കാം. വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞാലും കാറിൽ കയറ്റാം. നിങ്ങളിവിടെ തൊഗാഡിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. കേരള തൊഗാഡിയ എന്ന് ഒരിക്കൽ നിങ്ങളുടെ നേതാവ് വിളിച്ച മനുഷ്യനാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തെയാണ് ഇപ്പോൾ 10 കൊല്ലം കൊണ്ട് അദ്ദേഹം അന്നൊന്നും ഇത്ര വർഗീയത പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 10 കൊല്ലത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇത്ര വർഗീയത പറഞ്ഞത്. അപ്പോൾ വർഗീയതയുടെ കാഠിന്യം കയറ്റിയപ്പോൾ അദ്ദേഹത്തിന് കാറിലേക്ക് പ്രൊമോഷൻ കിട്ടി. അത് നിങ്ങൾ പറഞ്ഞോ? കോൺഗ്രസിനെ വിമർശിച്ചോ? കോൺഗ്രസിന് വിമർശിക്കാൻ പാടില്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ കോൺഗ്രസ്സുകാരായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം അതൊന്നുമല്ല. നിങ്ങളെന്താ പറയുന്നത്? വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നിലപാടുണ്ട്. ആ നിലപാട് എന്ത് എന്നുള്ള കേരളം വിലയിരുത്തട്ടെ. നിങ്ങളുടെ നിലപാട് വെള്ളാപ്പള്ളി വർഗീയ മാത്രമല്ല, വർഗീയത അല്ലാത്തതും പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി മാത്രമല്ല വർഗീയവാദി, മറ്റുള്ളവരും വർഗീയവാദികളുണ്ട്. വർഗീയത അല്ലാത്തതും പറയുന്ന വെള്ളാപ്പള്ളിയുണ്ട്. നിങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾക്ക് വിമർശിക്കാൻ പറ്റില്ല. ഈ ചർച്ച തന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾക്ക് വെള്ളാപ്പള്ളി വർഗീയവാദിയാണെന്ന് ഒറ്റ വാചകത്തിൽ പറയാൻ താങ്കൾക്കുള്ള വൈമുഖ്യം മനസ്സിലാക്കും. അത് നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ സ്വാതന്ത്ര്യം വിലയിരുത്തട്ടെ. എൻ്റെ ചോദ്യം അതല്ല സുഹൃത്തെ. 60 പ്രസ്താവന നടത്തിയിട്ട് നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട, നിങ്ങളുടെ നിലപാട് വേണ്ട, നിങ്ങളുടെ ഐക്യദാർഢ്യം വേണ്ട. ആഭ്യന്തര വകുപ്പ് എത്ര കേസിൽ FIR ഇട്ടു? അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് അദ്ദേഹം പറഞ്ഞാൽ. ഇവിടെ ഒരു പാട്ട് എഴുതിയതിൻ്റെ പേരിൽ 4 മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ കേസ് എടുത്തുള്ള എന്തിൻ്റെ പേരിലാണെന്നറിയോ? മതസ്പർദ്ധ വളർത്തി. മതസ്പർദ്ധ. വെള്ളാപ്പള്ളി ഉണ്ടാക്കിയത് എന്താ? സ്പർദ്ധയല്ലേ? അതൊന്ന് പറഞ്ഞാൽ മതി അദ്ദേഹം. ഒരു മിനിറ്റ് അദ്ദേഹത്തിന് ഞാൻ എൻ്റെ സമയം അനുവദിക്കാൻ തയ്യാറാണ്. എത്ര കേസെടുത്തു? അതൊക്കെ പോട്ടെ, അദ്ദേഹം പറയുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വീണ്ടും പറയാം. വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന നടത്തിയ ഒരു CPI ലോക്കൽ സെക്രട്ടറിക്കെതിരെ ചേർത്തലയിൽ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നിലപാട്,
നിങ്ങൾ ആരുടെ കൂടെ എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നേ. ഒരു വശത്ത് ഒരു പാരഡി ഗാനം എഴുതിയ ചെറുപ്പക്കാർക്കെതിരെ, അതിൻ്റെ രചിച്ച ആൾക്കെതിരെ, പാട്ട് കമ്പോസ് ചെയ്ത ആൾക്കെതിരെ, പാടിയ ആൾക്കെതിരെ മതസ്പർദ്ധ വളർത്തുന്നു എന്ന് പറഞ്ഞ് കേസെടുക്കുന്നു. മറുവശത്ത് പാട്ടുപോലെ വർഗീയത പാടിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം ഒരു പാട്ട് പാടുന്നത് പോലെ ആവർത്തിച്ച് വർഗീയത പാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെതിരെ നിങ്ങൾ ഇന്ന് വരെ ഒരു കേസ് എടുത്തിട്ടില്ല. നിങ്ങൾ അയാളെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. അപ്പം നിങ്ങൾ ആരുടെ കൂടെ എന്നുള്ളതൊക്കെ വ്യക്തമാണ്. നിങ്ങളത് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് പി എ പൗരനെ പോലെ ഒരാളെയൊക്കെ RSSന്റെ ഏജന്റ് ആണെന്ന് പറഞ്ഞാൽ ആരാണത് മുഖവിലക്കെടുക്കുക? അപ്പം നിങ്ങളിത് കൃത്യമായി ഈ പറയുന്ന നിങ്ങളുടെ പ്രശ്നം കേരളത്തിന് മുന്നിൽ വളരെ കൃത്യമാണ്. അതിന് കിട്ടിയ റിസൾട്ടാണ് സുഹൃത്തെ ഈ തെരഞ്ഞെടുപ്പ് അടക്കം. ഇനിയും നിങ്ങൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല ബാധിക്കുക. ഞാൻ അജിംസ് നിഷാദ് പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണ്. കേരളത്തെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. അത് കേവലം CPMന്റെ തെരഞ്ഞെടുപ്പ് തിരിച്ചടി മാത്രമല്ലെന്നേ. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ പ്രസ്താവനകൾ കൊണ്ട് കോൺഗ്രസിൽ നിന്ന് ആളുകൾ BJPയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അതിൽ 1000 മടങ്ങാണ് ഇപ്പോൾ CPMൽ നിന്ന് അടിത്തട്ടോടുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങളുടെ വോട്ട് BJPയിലേക്ക് പോകുന്നുണ്ടെന്നേ. പല സ്ഥലത്തും പോകുന്നുണ്ട്, ആലപ്പുഴയിൽ പോകുന്നുണ്ട്. അതാണ് നിങ്ങളുടെ കനത്ത പരാജയം. അതൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ സൂചകങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ടതല്ല. ഇവിടെ പാലക്കാട് ആവർത്തിക്കപ്പെടരുത്. നിങ്ങൾ CPMന്റെ സമ്പൂർണ്ണമായ തകർച്ച ആഗ്രഹിക്കുന്ന ആളുകളല്ലാന്ന് ഞങ്ങള്. പക്ഷേ നിങ്ങൾ സമ്പൂർണ്ണമായി തകർന്ന് സംഘപരിവാറിന് വളമാവരുത്. ഹിന്ദുക്കളുടെ ആത്മീയമായ ശൂന്യത ഉണ്ടാക്കുന്ന അരക്ഷിത ബോധത്തിന്റെ ഒരു ബഹിർസ്ഫുരണമായിട്ട് വേണം ഇതിനെ കാണാൻ എന്ന സിദ്ധാന്തം അങ്ങ് എല്ലായ്പ്പോഴും നമ്മളിരിക്കുന്ന ചർച്ചകളിൽ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ വെറുതെ വേറൊരു കാര്യം ചോദിക്കുകയാണ്, വേറൊരു ഡയമെൻഷൻ ചോദിക്കുകയാണ്. ഈ ഇലക്ഷനിൽ നോക്കൂ, ഈ ഇലക്ഷനിൽ ഈ ഹിന്ദുത്വ സംഘ് പരിവാർ പ്രൊപ്പഗൻഡ അങ്ങനെ വിജയിച്ച ഒരു ഇലക്ഷൻ അല്ല കണ്ടത്. ആളുകൾ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയത് UDFനെ ചൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലാതെ BJPയെ ചൂസ് ചെയ്തില്ല. ആളുകൾ നോക്കൂ, കാസ എന്ന് പറയുന്ന വർഗീയ സംഘത്തെ തള്ളിക്കളയുന്ന തെരഞ്ഞെടുപ്പാണ് മധ്യ കേരളത്തിലുണ്ടായത്, കോട്ടയത്തൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ആകമാനമുള്ള മനുഷ്യരിലേക്ക് വെറുപ്പിൻ്റെ ഈ സംഗതി അടിച്ചേ കയറിയിരിക്കുന്നു എന്നല്ല അങ്ങനെയാണെങ്കിൽ കാണേണ്ടത്. അപ്പോൾ ഒരു സംഘം ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വളരെ സിസ്റ്റമാറ്റിക്കായി വംശീയ അതിക്രമങ്ങൾക്ക്, വെറുപ്പ് പ്രസരണത്തിന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സംഘടനാ സ്വഭാവമുണ്ട്, അവർക്ക് ആശയപരമായിട്ടുള്ള ഒരു പിൻബലമുണ്ട്. അവരാരാണ് അങ്ങനെയെങ്കിൽ? ശ്രീ രാഹുൽ ഈശ്വർ. ശ്രീ നിഷാദ്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, 1 മിനിറ്റിൽ പറയാം. ആദ്യം വെള്ളാപ്പള്ളി സാറ് വർഗീയവാദിയാണോ എന്നുള്ള ആ $1 മില്യൺ ക്വസ്റ്റ്യൻ, അതായത് അതിന് ഉത്തരം പറയാം. വെള്ളാപ്പള്ളി സാറ് വർഗീയവാദി അല്ല. അദ്ദേഹത്തെ 2 അല്ലെങ്കിൽ 1.5 ദശാബ്ദത്തോളം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വെള്ളാപ്പള്ളി സാറിന് ഒരു മുസ്ലിം വിരോധവും ഇല്ല. അതാണ് പോയിന്റ്. ശ്രീ നിഷാദിന് മനസ്സിലാകാതെ പോകുന്ന പോയിന്റ് അതാണ്. അതായത് വെള്ളാപ്പള്ളി സാറിന്റെ മകനായ തുഷാർജി ദുബായിൽ ജയിലിൽ കിടക്കും, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ജയിലിൽ കിടക്കുമ്പോൾ ഓടി വരുന്നത് ഒരു യൂസഫ് അലിയാണ്. അദ്ദേഹം സ്വന്തം ആൾക്കാരെ വിട്ടൊക്കെയാണ് ജയിലിൽ നടക്കുന്നത്. വെള്ളാപ്പള്ളി സാറിന്റെ കൂടെ നിൽക്കുന്ന ആരോട് ചോദിച്ചാലും മതി, പുള്ളിക്ക് യാതൊരു മുസ്ലിം വിരോധവും ഇല്ല. പകരം അടുത്തതാണ് പോയിന്റ്, മുസ്ലിം വിരോധം ഒരു ടൂളായി ഉപയോഗിക്കുകയാണ്. അതായത് മുസ്ലിം വിരോധം പറയുമ്പോൾ വിഘടിച്ച് കിടക്കുന്ന നായർ, തീയ, അല്ലെങ്കിൽ മലബാറിലാണെങ്കിൽ തീയ, ഈഴവ, തീയ, നായർ, നമ്പൂതിരി, ആദിവാസി, ഇവരെ ഒരു മാലയിൽ കോർത്തിണക്കാനായി, ഒരു നറേറ്റീവ് ഉണ്ടാക്കാനായി കള്ളം പറയുകയാണ് വെള്ളാപ്പള്ളി സാർ. എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള ആളാണ്, ഞാൻ ഒരുപാട് പരിപാടിക്ക് പോയിട്ടുണ്ട്. ആ ഇമ്പാക്ട് മോശമാണ്. ആ ഇമ്പാക്ട് ഞാൻ പറഞ്ഞ അതാണ്. അതായത് മുസ്ലിം വിരോധം ഉണ്ടോ എന്നുള്ളതല്ല. ഇപ്പൊ എനിക്ക് ഹിന്ദു വിരോധം ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് ക്രിസ്ത്യൻ വിരോധം ഉണ്ടോ, അത് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഗുണഫലം എന്തായിരിക്കും എന്നതിനെ മാത്രം ആശ്രയിച്ചാണ്. എന്റെ മനസ്സിൽ എന്താണെന്നുള്ളതിന്റെ വിഷയമല്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമ്പാക്ട് എന്താണ്? ഇമ്പാക്ട് മാത്രം നോക്കിയാൽ മതി. ഇമ്പാക്ട് മാത്രം നോക്കിയാൽ മതി. ഇന്റൻഷൻ എന്ന് പറഞ്ഞ വ്യാഖ്യാനം വേണ്ട രാഹുലേ. അങ്ങനെയല്ല, ഇന്റൻഷൻ ആണ് എല്ലാ പ്രവൃത്തിയുടെയും സോൾ. അതായത് ഇന്റൻഷൻ ഈസ് ദ സോൾ ഓഫ് എവരി ആക്ഷൻ. അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ദയവായി ശ്രദ്ധിക്കൂ. അല്ലെങ്കിൽ സുരേന്ദ്രൻജിയുടെ ഇന്റൻഷൻ, സുരേന്ദ്രൻജിയെ കുറിച്ച് ചോദിച്ചാൽ മതി, പുള്ളിക്ക് ഒരു മുസ്ലിം വിരോധവും ഇല്ല. പുള്ളിയുടെ ക്ലോസ് അസോസിയേറ്റ്സ് വലിയ മുസ്ലിങ്ങളുമാണ്. പക്ഷേ മലപ്പുറത്തെ കുറിച്ച് പറയുന്നത്, വെള്ളാപ്പള്ളി സാർ അങ്ങനെ പറയുന്നത്, അതാണ് അവിടുത്തെ പ്രശ്നം. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. അതായത് ഇവർക്ക് മുസ്ലിം വിരോധം ഉണ്ടായിട്ടല്ല ഇത് പറയുന്നത്. ലവ് ജിഹാദും ലാൻഡ് ജിഹാദും തുപ്പൽ ജിഹാദും തുമ്മൽ ജിഹാദും തുള്ളിമരുന്ന് ജിഹാദും ഹലാൽ ജിഹാദും പറയുന്നത് കള്ളമാണ്. അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു യൂണിറ്റി ഉണ്ടാക്കലാണ് അവരുടെ ഉദ്ദേശം. ശരിയായി, ഉണ്ടാക്കിക്കോട്ടെ. അത് ബാക്കിയുള്ള മനുഷ്യന്മാരുടെ മേലെ കയറാനുള്ള വെറുപ്പ് ചെതറിച്ചു കൊടുത്തിട്ടാണോ വേണ്ടത്?
സാറേ അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം നമ്മൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ identify തീരും. ചെയ്ത് നമ്മൾ correct തമ്മിലുള്ള ചെയ്യേണ്ടത്. താങ്കൾ difference ദയവായി തീരും. ഒരു വരി ശ്രദ്ധിക്കൂ. തർക്കിക്കാൻ വേണ്ടിയല്ല, ഇവരെല്ലാം നേരിട്ട് അറിയുന്നവരല്ലേ. ഇപ്പം PC ജോർജ് സാർ എന്നോടാണ് പറഞ്ഞത് കോഴിക്കോട് നിന്ന് 400 പെൺകുട്ടികളെ അഫ്ഗാനിസ്ഥാനിലേക്ക് കടൽ മാർഗം കൊണ്ടുപോയിന്ന്. ഞാനപ്പോ അദ്ദേഹത്തോട് വളരെ വിനയപരിസരം പറഞ്ഞു, സാറേ അഫ്ഗാനിസ്ഥാനിൽ കടലില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അതായത് നമ്മുടെ കോഴിക്കോട് നിന്ന് 400 പെൺകുട്ടികളെ കടൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. വളരെ വൈറലായ ഒരു ക്ലിപ്പാണ്. പക്ഷെ അല്ല, ശ്രീ നിഷാദ് മനസ്സിലാക്കാതെ പോകുന്ന പോയിന്റ് എന്താ അറിയോ, നമുക്കിത് പരിഹരിക്കണ്ടേ? ഈ പരിഹരിക്കുന്നതിന്റെ പ്രശ്നം അത് സുരേന്ദ്രൻജി ആണെങ്കിലും വെള്ളാപ്പള്ളി സാർ ആണെങ്കിലും ഇവര് മുസ്ലിം വിരോധം ഒരു ടൂളായി യൂസ് ചെയ്യാണ്. ഇതിന്റെ ടൂളിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യന്മാരോട് വേറെ ഉണ്ട് രാഹുൽ. ഇങ്ങനെ പറയല്ലേ, ആ ടൂളിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ മുസ്ലിങ്ങളാണ്, എനിക്കറിയാം. അതുകൊണ്ടാണ് ദയവായി അതൊരു ഇഷ്യൂ ആണ്. ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഈ ഇഷ്യൂ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മനസ്സിലും ഇതേപോലെ കൗണ്ടർ ദേഷ്യം ഉണ്ടാവും. അതായത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ വേണമെന്നൊന്നുമില്ല, ചൈന മതി, ആരായാലും മതി. ഇപ്പൊ എന്തുകൊണ്ടാ കന്യാസ്ത്രീമാരെ എപ്പോഴും ജയിലിലിടുന്നത്? ഈ വിരോധം ഞങ്ങളുടെ സമയമില്ല. അല്ല, ഒറ്റ വരികയേ ഉള്ളൂ. ഈ വിരോധം സോൾവ് ചെയ്യണമെങ്കിൽ അതിന് മഹാത്മാഗാന്ധിയാണ് വഴി. ആരാണ് ഈ സ്പീച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? ആരാ ചെയ്യണ്ടേ? അതൊരു ഹേട്രഡിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. താങ്കൾ പറഞ്ഞു അതിന്റെ കൗണ്ടർ ആക്ഷൻസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. കൗണ്ടർ ആക്ഷൻസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ആക്ഷൻ നിർത്തിയാൽ കൗണ്ടർ ആക്ഷൻ ഉണ്ടാവും നിൽക്കില്ലേ? അങ്ങനെയല്ല, അതൊരു എംപ്റ്റിനെസ്, ഒരു സ്പിരിച്വൽ എംപ്റ്റിനെസ് വരുന്നതാണ്. അത് മാറ്റാൻ ഗാന്ധി മാർഗം മാത്രമേ വഴിയുള്ളൂ. നമ്മുടെ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെയാണ് ഇപ്പൊ രാഹുൽ ഈശ്വർ ഒരു സിദ്ധാന്തത്തിൽ കൂടെ വളയ്ക്കാൻ ശ്രമിക്കുന്നത്. അഡ്വക്കേറ്റ് പി എ പൗരൻ, കേരളത്തിന്റെ ഈ കാര്യത്തിലുള്ള പ്രതിരോധം വളരെ വീക്കാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഞാൻ ചോദിക്കുന്നത് എൻറ്റയർ കേരള സൊസൈറ്റിയുടെ കാര്യമാണ്. മിസ്റ്റർ നിഷാദ്, ഈ റാം നാരായണന്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഈ നടത്തിയ ചർച്ചയിൽ സിംഹഭാഗവും അപഹരിച്ചത് വെള്ളാപ്പള്ളി ഇഷ്യൂ ആണ്. വെള്ളാപ്പള്ളിയെ പറ്റി അന്തരിച്ച സുകുമാർ അഴീക്കോട് പറഞ്ഞത് ചന്ദനമരത്തിൽ ചുറ്റിക്കിടക്കുന്ന ഒരു വിഷപ്പാമ്പാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞത്. അത് അഡ്മിറ്റ് ചെയ്യുവാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം അതെല്ലാം രാഷ്ട്രീയമാണ്, സാമ്പത്തികമാണ്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാളെ ടോളറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ടോളറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 51% വരുന്ന ഒരു വിഭാഗത്തിന് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം 1948 മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഇത് RSSകാരായതുകൊണ്ടാണ് ആയിരിക്കാം അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞത് RSS ഈസ് എ കമ്മ്യൂണൽ പോയിസൺ എന്നാണ്. അന്ന് ഈ RSSന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഥായിയായ സ്ഥാനമുണ്ടായിരുന്നില്ല. ഒരു MLA പോലും ഉണ്ടായിരുന്നില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഉണ്ടായിരുന്നില്ല, ഒരു MP പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അവർക്ക് കേന്ദ്രത്തിൽ ഭരണമുണ്ട്. അത് 10 വർഷം കഴിഞ്ഞ് അടുത്ത ടൈമിലേക്ക് പോയിരിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും അവർക്ക് ഭരണമുണ്ട്. കേരളത്തിലും അവർ വേരോട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിന് കൂട്ടുനിൽക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന LDF അതിന് ചൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ പൊളിറ്റിക്കൽ സിനാറിയോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അതിനെ ആവർത്തിക്കുകയും ചെയ്യും. ചെയ്യാതിരിക്കണമെങ്കിൽ ശക്തമായ ഒരു നിലപാട് കേരളത്തിലെ ഭരണകൂടം സ്വീകരിക്കണം, ജനങ്ങൾ സ്വീകരിക്കണം. അതിന് തയ്യാറാകും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഒരു പൊതുവായ പ്രതിരോധത്തിന്റെ, രാഷ്ട്രീയ സാമൂഹിക പ്രതിരോധത്തിന്റെ വഴി തുറക്കേണ്ടതുണ്ട് എന്ന് CPM തോന്നുന്നുണ്ടോ? അതോ ഇതൊരു പോലീസ് കേസ് മാത്രമാണോ? പോലീസ് പരിശോധിക്കട്ടെ, എന്താണെന്ന് മനസ്സിലാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നാണോ? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ അഭിപ്രായമില്ല. തീർച്ചയായും വംശീയമായ ആളുകളുടെ മനസ്സിൽ അപരമത വിദ്വേഷം പടർന്നു പിടിക്കുന്നത് നമ്മളെ പോലുള്ള കേരളം പോലുള്ള ഒരു പുരോഗമന സമൂഹത്തിന് ഒരു നിലയിലും യോജിക്കാനാവില്ല. അക്കാര്യത്തിൽ നമുക്ക് മറ്റെല്ലാം വിട്ട്, അതായത് അപരമതം വിദ്വേഷം പ്രതിക്കുന്ന ഏതാണ്, RSS ആയിക്കോട്ടെ, ഏത് സംഘടന ആയിക്കോട്ടെ, അതിന് ആ നിലയിൽ തന്നെ കാണണം. പിന്നെ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ശ്രീ അനു പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പോയാൽ തോറ്റുകൊണ്ടേ ഇരിക്കുമെന്നാണ്. ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ തോറ്റുകൊണ്ടേ ഇരുന്നോട്ടെ. ഒരു കൈയിൽ RSSനെയും മറുകൈയിൽ SDPI നെയും ജമാഅത്ത് ഇസ്ലാമിനെയും കൂടെ കൂട്ടിക്കൊണ്ട്
പ്രാദേശികമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം തെരഞ്ഞെടുപ്പ് വിജയങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധതയുമില്ല, താല്പര്യമില്ല. ഞങ്ങൾ 100 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഞങ്ങൾ പറയും RSSനെയും ജമാഅത്ത് ഇസ്ലാമിനെയും SDPഐനും തള്ളിക്കൊണ്ടല്ലാതെ മതനിരപേക്ഷത പറയാതെ ഈ നാട് മുന്നോട്ട് പോകാനാവില്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും, ഇനിയും നഷ്ടം ഉണ്ടാവട്ടെ, ഞങ്ങൾ ഇനിയും തോൽക്കട്ടെ, ഞങ്ങൾക്ക് കേരളത്തിൽ ഭരണം പോട്ടെ, എന്ത് സംഭവിച്ചാലും കോൺഗ്രസിനെ പോലെ തരാതരം പോലെ വർഗീയതയെ ഇരു കൈകളും കൂട്ടി സ്വീകരിച്ച് ഞങ്ങൾക്ക് ഒരു അധികാരവും വേണ്ട എന്ന് പറഞ്ഞു കൂടി വെക്കുകയാണ്. കോൺഗ്രസിനെ RSSനോട് എന്ത് സംഭവിച്ചാലും തൃശൂർ മേയർ NDAയുടെ കൂടെയാ. ശരി, എന്ത് സംഭവിച്ചാലും RSSനെ ഞങ്ങൾ കൂടെ ചേർക്കില്ല, SDPഐ കൂടെ ചേർക്കില്ല, അവരെ കൂടെ ചേർത്തവരെ തള്ളിപ്പറയും. എന്ത് സംഭവിച്ചാലും വെള്ളാപ്പള്ളിയെയും തള്ളിപ്പറയില്ല എന്നോട് ചേർക്കണമെന്ന് തോന്നുന്നു. താങ്ക് യു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു ഓൾ.